നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന ഷോറൂം നിങ്ങൾക്ക് സുപരിചിതമാണ്. ഇത് മോട്ടോർ വാഗണിൻ്റെ ഷോറൂമാണ് കോഴിക്കോട്. നമ്മൾ 2-3 വീഡിയോ ഇവിടെ ചെയ്തിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വന്ന് ഇവിടുത്തെ വണ്ടികളെല്ലാം കണ്ട് കൊതിച്ചിട്ട് പോകും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തവണ ഞാൻ വന്നപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഉടമയായ റഫീഖ് എന്നോട് പറഞ്ഞു, ഇത്തവണ ഒരു സാധനം എനിക്ക് ഫ്രീ തരുന്നുണ്ട്, ഒരു വണ്ടി ഫ്രീ തരുന്നെന്ന് പറഞ്ഞിട്ട്. എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. കാരണം ഇത് മോശമല്ല, ഒരു സ്ഥാപനത്തിൽ വന്ന് ഇതിങ്ങനെ പൊക്കി നോക്കി ഏതാണെന്ന് മനസ്സിലാക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാനിത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പറഞ്ഞു, ഏതായാലും ഷൂട്ടൊക്കെ കഴിയട്ടെ, പോകാൻ നേരത്തെ ഈ വണ്ടി തന്നുവിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടിട്ട് നല്ല നീളമൊക്കെ ഉള്ളൊരു വാഹനമാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതെന്താണ് നമുക്ക് അവസാനം നോക്കാം. എന്തായാലും ഈ ഷോറൂമിൽ വരുമ്പോൾ ഈ മമ്മൂക്കയുടെ പുതിയ സിനിമകൾ പോലെയാണ്. എന്തെങ്കിലും ഞെട്ടിക്കുന്ന സംഭവങ്ങളുണ്ടാവും. ഇപ്പോൾ ഭ്രമയുഗം എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നൻപകൽ നേരത്ത് മയക്കം, അതുപോലെ തന്നെ റോഷാക്ക്, ഇങ്ങനെയുള്ള ഓരോ സിനിമകളിലും അദ്ദേഹം നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ചില വാഹനങ്ങൾ കാണാം. ഒന്ന് ഭ്രമയുഗം എന്ന് വിളിക്കാവുന്ന ഒരു 2 സീറ്റർ ഡിഫൻഡർ ഇവിടെയുണ്ട്. റോഷാക്ക് എന്ന് വിളിക്കാവുന്ന ഒരു കിടിലൻ ബെൻലി ഇവിടെ കിടക്കുന്നു. മറ്റ് ഏത് നന്മകൾ നേരത്തെ മയക്കുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വാഹനങ്ങൾ ഇവിടെ നമുക്ക് വേണ്ടി സമ്മാനിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന റഫീഖിനെയാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം റഫീഖ്. റഫീഖിനെ പരിചയപ്പെടുന്ന കാര്യമില്ല, ഇഷ്ടംപോലെ വീഡിയോകളിൽ പ്രത്യക്ഷപ്പെട്ട ആളാണ്. ഈ പറഞ്ഞ പോലെ ഓരോ തവണയും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിവിടെ കൊണ്ടുവന്ന് മമ്മൂക്കെ പോലെ തന്നെ. അപ്പോൾ ഈ ഞെട്ടിക്കൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ആദ്യം നമുക്ക് ഞെട്ടാവുന്നത് ആ ഡിഫൻഡർ കാണുമ്പോഴാണ്. അതായത് കേരളത്തിലാകെ നമ്മുടെ പ്രിയപ്പെട്ട നടൻ ഫഹദ് ഫാസിലിന് മാത്രമുള്ള 2 ഡോർ ഡിഫൻഡറാണിത്. ഈ ഡിഫൻഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ സെലിബ്രിറ്റീസ് എല്ലാവരും അല്ലേ, സിനിമാ മേഖല പ്രത്യേകിച്ച് എല്ലാവരും എടുക്കുന്നുണ്ട്. പക്ഷേ ട്രെൻഡിങ് ആണ്. പക്ഷേ 2 ഡോർ അങ്ങനെ ആരുടെയും കയ്യിലില്ല. ആകെ ഒരാളുടെ ഉള്ളൂ, അത് നമ്മുടെ ഫഹദിൻ്റെ കയ്യിലാണ്. പിന്നെ ഉള്ളത് ഇവിടെയാണ്. അതുപോലുള്ള പല കാഴ്ചകളുണ്ട്. ഇവിടെ കിടക്കുന്ന ഈ ബെൻലി ആയാലും പനമേര ആയാലും അങ്ങനെ പല കാഴ്ചകളുണ്ട്. കൂടാതെ ഇവരെ ഇതിനകത്ത് സ്ഥലമില്ലാതെ വെളിയിൽ കിടക്കുന്ന കുറേ സൂപ്പർ താരങ്ങളുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഈ മിനിയുടെ ഒക്കെ ഇലക്ട്രിക് എന്ന് പറയുന്നത് അങ്ങനെ അധികം ഒന്നും യൂസ്ഡ് കാർ ഇൻഡസ്ട്രിയിൽ ഇല്ല. ശരിക്കും നമ്മുടെ കയ്യിൽ തന്നെ 2 വണ്ടി, 2 EV അങ്ങേയറ്റത്തൊരു കൺട്രിമാൻ ഉണ്ട്. ഇവിടെ GLE 250, അവിടെ റേഞ്ച് ഓഫ് വോഗ് ഇത്തിരി പഴയതാണെന്ന് തോന്നുന്നല്ലേ, അത് കുറച്ച് മോഡൽ കുറവുള്ളതാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നടന്ന് സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന പോലെ നടന്ന് കാണാനാണ് പോകുന്നത്. എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് തുടങ്ങണം അല്ലേ. ബെൻലി ഇതിൻ്റെ നമ്പർ കണ്ടോ, ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ CR7 എന്നുള്ള നമ്പർ സ്പോർട്സ് പ്രേമികളെ സംബന്ധിച്ച് അല്ലേ ഒരു ഹരം തരുന്ന നമ്പറാണ്. സ്പോർട്സ് പ്രേമികളെ സംബന്ധിച്ച് CR7 എന്നുള്ളത് റൊണാൾഡോ ഫാൻസ്, അതെ, റൊണാൾഡോ ഫാൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പറാണ്. ഇത് അന്വേഷിച്ച് നടക്കുന്ന കുറേ പേരുണ്ട് ഈ നമ്പർ. പക്ഷേ ഈ നമ്പറിന് വേറെ കിട്ടില്ല, ഈ വണ്ടി വാങ്ങിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഈ വണ്ടിയുടെ പ്രത്യേകതകൾ പറയാമോ? ഇത് 2017 മോഡൽ W12 ആണ്. CGT W12 ആണ്, 6 സിലിണ്ടർ W12. ഒരു രക്ഷയില്ലാതെ അൾട്രാ സ്പെക് ആണ്. കേരളത്തില് 1 and only, അതായത് ഈ സെയിം ഷേപ്പില് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വേറെ വണ്ടിയില്ല. ഇത് പിന്നെ സിംഗിൾ ഓണർ ആണ്. ജസ്റ്റ് 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലുക്ക് ലൈക്ക് എ ബ്രാൻഡ് ന്യൂ. വണ്ടി നോക്കി 2017 വാങ്ങിച്ചിട്ട് ആകെ 5000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ശരി. ഇന്റീരിയർ ആണെങ്കിലും ഭയങ്കര അടിപൊളി സ്പെക്. അത് അടിപൊളി സ്പെക്. എൻ്റെ അമ്മ, ഇതിൻ്റെ അകം കണ്ടോ, നെക്സ്റ്റ് ലെവലാണ്. നെക്സ്റ്റ് ലെവൽ എന്ന് വെച്ചാണ്ടല്ലോ, ലെതറിന്റെ ഒരു മായാ ലോകം എന്നാണ് അല്ലേ പറയേണ്ടത്. 5000 കിലോമീറ്റർ ഓടിയ വണ്ടി ഇന്ന് ഇന്ത്യയിലില്ല. ഇത് ശരിക്കും 2 ഡോർ ആണ്. പക്ഷെ ബാക്കിൽ സീറ്റുണ്ട്, 2 പേർക്ക് ഇരിക്കാവുന്ന സീറ്റുണ്ട്. ഈ സീറ്റ് മുന്നിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ പതിവ് പോലെ ഇതിൻ്റെ ബാക്കിലേക്ക് കയറേണ്ടത്. ഇതിനെപ്പറ്റിയൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കൊരു 2 ദിവസത്തേക്ക് തരികയാണ്, ഞാൻ നന്നായിട്ട് ഷൂട്ട് ചെയ്യാം. അതായത് ഇപ്പം പെട്ടെന്ന് എന്നെ കൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്ര ഗംഭീരമായ ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനമാണ്. ലക്ഷറി, സൂപ്പർ ലക്ഷറിയില് അൾട്ടിമേറ്റ് ആണ് ബെൻലി എന്ന് പറയുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ബെൻലി സാധാരണ നമ്മളൊക്കെ കാണുന്ന ബെൻലി എന്ന് പറയുന്നത് റോൾസ് റോയ്സ് ഒക്കെ പോലെ വളരെ വലിയൊരു വാഹനമാണ്. ഇതങ്ങനെ ഇതുണ്ട്, കൂപ്പെ സ്റ്റൈലിൽ അങ്ങനെ ഒഴുകി വരികയാണ്. ബെൻലിയുടെ ഒരു വളരെ സ്പോർട്ടി മോഡലാണ്, ഭയങ്കര ഫാൻസിലൊരു മോഡലാണ് CGT. കാരണം ഒരു കയ്യിൽ ഒതുങ്ങിയ സൈസാണല്ലോ, നമുക്ക് എവിടെയും പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഭയങ്കര അട്രാക്റ്റീവ് കളർ. ഈ വണ്ടി എടുക്കുന്ന ആൾക്കൊരു ഭയങ്കര വർത്താണ്. എല്ലാം കൊണ്ടും പുള്ളി മാറി നിൽക്കും സമൂഹത്തിൽ, ഒരു രക്ഷയില്ല, പെട്ടെന്ന് ആള് ഹിറ്റായി പോകും. അപ്പൊ അതിന് പകരം എനിക്ക് ഇത് തരുമോ പോകുമ്പോ ഗിഫ്റ്റ്? ഏത് വേണമെങ്കിൽ തരും, ഫുള്ളായിട്ട് തന്നെ തരുമല്ലോ. അങ്ങനെയുണ്ട്. കോഴിക്കോട് പിന്നെ ആദിത്യ മര്യാദ അത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. എന്തായാലും ചോദിച്ചാൽ ഇല്ലെന്ന് പറയൂല്ലോ, എനിക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് പനവേരയിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ച സാധനം ഈ കിടക്കുന്നതാണ്. ഞാനത് നമ്മുടെ ഷൂട്ട് ചെയ്യുന്ന പ്രവീണോട് പറയുകയും ചെയ്തു. ഇതിൻ്റെ വില ഞാൻ നേരത്തെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. ആ പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് പോകുമ്പോൾ പോരുന്നു എൻ്റെ കൂടെ എന്ന് മറ്റേ സിനിമ ചോദിച്ച് ഞാൻ കൊണ്ടുപോകുമായിരുന്നു. കാരണം ഇത് ഒരു അൾട്ടിമേറ്റ് സംഭവമാണ്. തന്നെയുമല്ല, ഒരാൾക്കേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ കേരളത്തിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞല്ലോ സമൂഹത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും.
എന്തുകൊണ്ടായിരിക്കും ഈ 2 ഡോർ അങ്ങനെ അധികം പോകും? അത് നമ്മൾ മറ്റേ അഗെയിൻസ്റ്റ് ഓർഡർ അല്ലേ ഇത് വരുള്ളൂ അല്ലേ? നമുക്ക് ഷോറൂമിൽ ചെന്ന് കാണാനോ എടുക്കാനോ പറ്റില്ല ഈ 2 ഡോർ എന്നുള്ള സംഭവം. പക്ഷെ നമ്മൾ യൂറോപ്പിലൊക്കെ ഇഷ്ടം പോലെ കാണാറുണ്ട്. യൂറോപ്പിലും GCC-ലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് വണ്ടി. ശരിക്കും ഇത് പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു യുണീക്ക് ഐഡന്റിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വേറെ ആരുടെ കയ്യിലും ഇല്ലല്ലോ. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഫാദിന്റെ വണ്ടി, പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഈ വണ്ടിയാണല്ലോ. ഇത് കേരള വണ്ടിയാണോ? അല്ലല്ല, ഇത് പുറത്ത് രജിസ്ട്രേഷൻ ആണ്. പക്ഷെ നമുക്ക് ഇവിടെ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ പേരിൽ നെയിം ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷെ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഭയങ്കര ലോഡിങ്സ്. ഇത് വീൽസ് ഒക്കെ ഉണ്ടോ? ഇത് 22 ഇഞ്ച് കാൻ വീൽസ് ആണ്. 2 ഡോർ ഫുള്ളി ഡീക്രോംഡ് ആണ്. ഈ 2 ഡോറിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഈ ഭാഗത്തെങ്ങും ഈ ഡോർ ഹാൻഡിൽ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു ഫ്ലോ ആണ് അല്ലേ? ഡിസൈൻ ചെയ്യാൻ എളുപ്പമാണ്. സംഭവം എങ്ങനെ വെച്ചാൽ ഡിസൈനാണ് ഇവിടെ ഒരു തരത്തിലുള്ള. പക്ഷേ ഇത് 5 സീറ്റർ തന്നെയാണ്. റോഡിലൂടെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് കൊതിച്ചു പോകും, ആരും നോക്കി പോകും. ഭയങ്കര റോഡ് പ്രസൻസ് വണ്ടി. കൊതിച്ചു പോകും. സാധാരണ നമ്മൾ എപ്പോഴും കാണുന്ന ഡിഫറൻറ്റ് 5 ഡോർ ആണ്. ഇത് 5 ഡോർ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് എനിക്ക് വരുന്നുണ്ട്. എങ്കിൽ പോലും നമ്മളിപ്പം മമ്മൂക്കയാണ് ഇത് ഹിറ്റാക്കിയത് അല്ലേ? 5 ഡോർ ഹിറ്റാക്കിയത് മമ്മൂക്കയാണ്. പക്ഷേ ഇത് എന്ന് പറയുന്നത് കുറെ കൂടി എക്സ്ക്ലൂസീവ് ആണെന്നുള്ള ഒരു സംശയം. ഇത് ഏത് മോഡൽ? അപ്പോൾ ഇത് 2021 സിംഗിൾ ഓണർ 25,000 ഓടിയിട്ടുള്ളൂ. ശരി, നിസ്സാര പൈസ കൊടുക്കുക. നമ്മളെ സ്ഥിരം ഡയലോഗ്. വണ്ടി വെറൈറ്റി ആണെങ്കിലും പൈസ നിസ്സാരം അല്ല. അത് പക്ഷേ റഫീഖിനെ കുറ്റം പറയാം. കാരണം ഇവിടെ കിടക്കുന്ന വണ്ടികളെല്ലാം ഈ പറഞ്ഞ പോലെ വന്ന് നോക്കുന്നവർ ആ ഒരു സെഗ്മെന്റിലുള്ള ഒരാൾക്കാരായതുകൊണ്ട് ഇതിനൊക്കെ വില കേട്ട് നിസ്സാരം എന്ന് തോന്നുന്നവരാണ് അധികം. അതുകൊണ്ടാണ് എന്ത് വിലയുണ്ട് എന്തെങ്കിലും. ഇതാകെ 1,05,00,000 ഉള്ളൂ. അതേ ഉള്ളൂ കേട്ടല്ലോ. പക്ഷെ ഈ പറഞ്ഞാൽ കേട്ടോ, അതുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചതിനെന്ന് ഞാൻ പറഞ്ഞ സത്യമാണ്. അത്രയധികം നമ്മളെ ആകർഷിക്കില്ല. ഈ 1,05,00,000 രൂപയ്ക്ക് നമ്മളൊരു മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5 കോടിയൊക്കെ നമ്മൾ ചിലവാക്കിയാൽ കിട്ടാത്ത പേരാണ് നമുക്ക് ഈ വണ്ടി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത്. ശരി. കാരണം 2 ഡോർ വേറെ ആരുടെ കയ്യിലും ഇല്ല. പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. അതെ, ഇതിന്റെ ഇന്റീരിയർ ഒന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് 5 ഡോർ അല്ലെങ്കിൽ പോലും ഉള്ളിലൊന്നും സൗകര്യങ്ങൾക്കൊന്നും ഒരു കുറവില്ല അല്ലേ? കണ്ടോ, നമ്മൾ സാധാരണ 5 ഡോർ ഡിഫൻഡർ കാണുന്ന പോലെയാണ്. 5 സീറ്റർ ആണ്. അതാണ് പ്രത്യേകത. ഈ സീറ്റ് പിറകിലോട്ട് ഫ്രണ്ടിലോട്ട് നീക്കി കയറാൻ പറ്റും. സുഖമായിട്ട് ഇവിടെയും കയറാം. അത് ബാക്കിൽ ഇരുന്ന് നീക്കാൻ വേണ്ടി ഇവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നിറമൊക്കെ ഈ പറഞ്ഞ പോലെ ഡിഫൻഡറിൻ്റെ ഒരു ക്യാരക്ടർ നിറം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഗംഭീര സംഭവമാണ്. ഇത് വാങ്ങിക്കുന്ന ആളോട് തീർച്ചയായിട്ടും എനിക്ക് അസൂയുണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തോടെ ഇപ്പം തന്നെ അറിയിക്കുകയാണ്. ഇതിപ്പോ ശരിക്കും ഇത് ഇപ്പൊ തന്നെ വിറ്റ് കാണണല്ലോ. കാരണം ഇത് ഞാൻ പെട്ടെന്ന് വിൽക്കുന്നില്ല. കുറച്ച് ദിവസം ഞാനത് ഉപയോഗിച്ചിട്ട് വിൽക്കാന്നല്ല, നമ്മളെ GM സമ്മതിക്കുന്നില്ല. അത് കാരണം വണ്ടി പെട്ടെന്ന് കയറ്റിടിപ്പിച്ചു. അല്ലെങ്കിൽ റഫീഖിനെ ഈ വാഹനോട് കാണാമായിരുന്നു. സത്യം. ഇത് അവസാനം റഫീഖിനെ എടുക്കാൻ ഒന്നാമതെന്താ വെച്ചാലേ നമ്മൾക്ക് ഈ ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം നമ്മളെ ഈ ക്രേസ് കാരണമാണല്ലോ. അപ്പൊ നമ്മൾ തന്നെ ഓരോ വണ്ടി ഉപയോഗിക്കാനുള്ള ആഗ്രഹം നമുക്ക് തീരുന്നില്ല. നമ്മൾ ശരിക്കും ഒരു വണ്ടി വാങ്ങിക്കുന്നത് നമ്മളെ ആഗ്രഹത്തിന്റെ മുകളിൽ ഒരു വണ്ടി കാണുമ്പോൾ നമുക്ക് അത് ക്രേസ് തോന്നി കഴിഞ്ഞാൽ പിന്നെ അത് പ്രൈസ് നോക്കുന്നില്ല, നമ്മൾ തന്നെ അത് വാങ്ങിക്കാം. നമ്മളൊരു ആഗ്രഹം കഴിയുന്നവരെ ഉപയോഗിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. പക്ഷെ ചിലപ്പോൾ കസ്റ്റമർ സമ്മതിക്കൂല, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ തീരുന്നുമില്ല. അതാണ് മറ്റൊരു കാര്യം. പോർഷെ പനമേര ഈ പറഞ്ഞ പോലെ അതീവ രസകരമായ ഒരു വാഹനമാണ്. പോർഷെ കെയ്നാണ് പലരും പ്രിഫർ ചെയ്യുന്നതെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പനമേരയുടെ ഡിസൈനും ഇന്റീരിയറും അല്ലെ ഭയങ്കര ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഇതിന്റെ. ഇത് ഏത് മോഡലാണ്? ഇത് പനമേരയിലെ ഒരു വെറൈറ്റിയാണ്, മറ്റേ ലിമിറ്റഡ് എഡിഷൻ 10th ആനിവേഴ്സറി എഡിഷൻ. പനമേര 10th ആനിവേഴ്സറി എഡിഷൻ എന്ന് പറഞ്ഞിട്ട് 2020 സിംഗിൾ ഓണർ കേരള രജിസ്ട്രേഷൻ. നിസ്സാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ഭയങ്കര വണ്ടിയാ. ഇത് 25 ഡിസംബർ വരെ വാറണ്ടി ഉണ്ട്. പിന്നെ 3 ലിറ്റർ 6 സിലിണ്ടർ ആണ് വണ്ടി. ഇത് ഈ പറഞ്ഞല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടുകൂടെ നോക്കുമ്പോൾ ശരിക്കും ഒരു റിസംബ്ലൻസ് സൈഡിൽ ഉണ്ട് അല്ലേ? ആ കൂപ്പെ ഡിസൈൻ്റെ ഒരു സുഖമാണത്. പക്ഷെ തുറക്കുമ്പോൾ അതും ഇതുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും പറയുന്നില്ല. അത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അതെ, അത് ലക്ഷറിയസ് ആണെങ്കിൽ ഇത് കുറെ കൂടെ രസകരമാണ് ഇതിന്റെ ഇന്റീരിയർ എന്നൊക്കെ പറയുന്നത്. ഇതൊരു സ്പോർട്ടിയാണ്. പിന്നെ ഇത് കുറച്ചുകൂടെ പ്രാക്ടിക്കലാണ്. കുറച്ച് പ്രാക്ടിക്കലാണ്, സുഖമായിട്ട് കയറിയിരിക്കാം. കേരള വണ്ടി തന്നെയാണ്, ഒറിജിനൽ കേരളയാണ്. നല്ല VIP നമ്പർ ഉണ്ട്. നിസ്സാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ ബാക്ക് സീറ്റിന്റെ ഒക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ അടക്കം അല്ലേ, എല്ലാം ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്സും എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇത് മൊത്തം നേരത്തെ ഉണ്ടായിരുന്ന ഫുള്ള് ബട്ടണുകളായിരുന്നല്ലോ, ഇപ്പൊ ബട്ടണുകളൊക്കെ ഒന്ന് കുറച്ചിട്ട്. പക്ഷേ എനിക്ക് അതായിരുന്നു ഏറ്റവും ഇഷ്ടം. നമ്മളെപ്പോഴും പോർഷയുടെ കാര്യത്തിൽ പോർഷെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ബട്ടൺസ് ആയിരുന്നു. അത് ശരിക്കും ഒരു കോക്പിറ്റ് എഫക്ട് ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ ഡിജിറ്റൽ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടച്ച് ചെയ്താൽ മതി, അതുകൊണ്ട് ഈസി ആയി. ശരിയാണ്. പക്ഷെ വണ്ടി ഭയങ്കര രസമായിട്ട് ഓടിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്, ഒരു രക്ഷയില്ല. എന്ത് വിലക്ക് തരും കേക്കട്ടെ? സ്ഥിരം ഡയലോഗ് തന്നെയാണ്. ഇത് പുതിയത് 240 റേഞ്ച് വരും ഓൺ റോഡ്. ഇപ്പൊ നമുക്കൊരു 165 കൊടുക്കാം. ഒറിജിനൽ കേരള 2021 രജിസ്ട്രേഷൻ. നിസ്സാര കിലോമീറ്റർ അപ്പം 1 കോടി രൂപയോളം കുറച്ചാണ് നമ്മൾ
അതെ അതെ അല്ലേ വാങ്ങിക്കാൻ പറ്റുന്നത്. അതെ 165 കൊടുക്കാൻ പറ്റും. അപ്പോൾ റീസെന്റ് 4 ബ്രാൻഡ് ന്യൂ ടയർ മാറി സർവീസ് കഴിഞ്ഞു. പിന്നെ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം 25 ഡിസംബർ വരെ വാറണ്ടി ഉണ്ട്, ടെൻഷൻ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. പോർഷുള്ളപ്പോൾ വാറണ്ടി നല്ലതാണ്. അതെ, പിന്നെ ലേറ്റസ്റ്റ് മോഡലാണല്ലോ. ഇതിന്റെ റിയർ ആണ്, കാരണം നേരത്തെയുള്ള പനമരനേക്കാളും കുറച്ചുകൂടെ അഗ്രസീവ് ലുക്ക് ആയല്ലോ, ഷാർപ്പായി, കുറച്ചുകൂടി ഷാർപ്പായി. ഇത് അതിന്റെ സ്പോയിലറൊക്കെ കണ്ടില്ലേ? അതെ അതെ, ഭയങ്കര സീനാണ്. ബാക്കിലും പനമര 4 എന്ന് പറഞ്ഞിട്ട് ബാഡ്ജിങ് ഉണ്ടാവും. ലിമിറ്റഡ് എഡിഷൻ ആണല്ലോ, 10th ആനിവേഴ്സറി എഡിഷൻ എന്ന് പറഞ്ഞിട്ട്. അതെ 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 അതെ, ഇതും ഭയങ്കര റോഡ് പ്രസൻസ് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ബ്ലാക്ക് കളറിൽ ഇതിന്റെ ഈ വീലാണ് ഇതിന്റെ ഒരു അട്രാക്റ്റീവ്. ഈ ഒരു ഗോൾഡൻ ടച്ച് വരുന്ന വീല് നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണല്ലോ. വീലാർസിനകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, നിറഞ്ഞാണ് നിൽക്കുന്നത്. ബൈജായിട്ട് ഉപയോഗിക്കാൻ ടൈപ്പിലേ ഒരു ഡിഫൻഡർ ഒരു പനമേരൻ എടുത്തോളൂ. മറ്റേ ഫ്രീ തരുന്നത് 3 വണ്ടിയാവില്ല എനിക്ക്. അപ്പം 3 വണ്ടിയില്ലേ? എന്നാ പിന്നെ ഇന്ന് ഫ്രീ ഉണ്ടോവാ, മറ്റേ നമുക്ക് അടുത്ത. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡിഫൻഡർ 5 ഡോറിലേക്ക് പോകാം. അതെ അതെ, അതും ഫുൾ ബ്ലാക്ക് ആണല്ലേ? ഫുൾ ബ്ലാക്ക്. ഈവൻ ഡിഫൻഡർ എന്നുള്ള ബാഡ്ജിങ് പോലും ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന വാഹനമാണ്. എനിക്ക് ബ്ലാക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഇതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ആ 2 ഡോറും 5 ഡോറുള്ള വ്യത്യാസം ഇവിടെ എത്തുമ്പോഴാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള മാറ്റമാണ് നമ്മൾ 2 ഡോറിൽ കണ്ടതെങ്കിൽ ഇത് സാധാരണ നമ്മൾ കണ്ടുവരുന്ന അതേ ഡിഫൻഡർ പോലെ തന്നെ ആണ്. ഇത് ഏത് മോഡലാണ്? 21 തന്നെ, 21 കേരള രജിസ്ട്രേഷൻ. ഇത് പിന്നെ വേറൊരു പ്ലസ് പോയിന്റ് കൂടെ ഉണ്ട്. ഇത് 3 ലിറ്റർ HSC ആണ്. അതായത് നോർമലി കേരളത്തിലുള്ള ഏറ്റവും കൂടുതൽ വണ്ടികൾ 2 ലിറ്റർ ആണ്, 2 ലിറ്റർ പെട്രോൾ. ഇത് 3 ലിറ്റർ HSC. വ്യത്യാസം ഉണ്ടല്ലോ, 40 ലക്ഷം റുപ്യന്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം ആളുകൾ കൂടുതൽ 2 ലിറ്റർ ആണ് എടുക്കുന്നത്. പക്ഷെ വണ്ടി ഒരു രക്ഷയില്ല. 3 ലിറ്റർ ആകുമ്പോൾ അതിന്റെ പെർഫോമൻസ് എൻറ്റയർലി ഡിഫറെന്റ് ആയല്ലോ. എയർ സസ്പെൻഷൻ ഒക്കെ വന്നിട്ട് വണ്ടി ഭയങ്കര രസിക്കണം. ഇത് ഫുൾ ബ്ലാക്ക് ഇന്റീരിയറുമാണ്. നമ്മൾ മറ്റേ അത് കണ്ടപ്പോൾ അതെ, ബ്ലാക്ക് ഇഷ്ടമുള്ള എന്നെ പോലുള്ളവർക്ക് ഈ ഇന്റീരിയർ ആയിരിക്കും ഏറ്റവും ഇഷ്ടപ്പെടുക. എന്തായാലും ഒരു കാര്യമുണ്ടല്ലോ, റേഞ്ച് റോവറിൻ്റെ ഡിസൈനും ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഈവൻ ബെൻസിന് പോലും നമുക്ക് ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് സംഭവമാണ്. വേറെ കാര്യമുണ്ട്, കേരളത്തിൽ ഒരു ഡീലർഷിപ്പിലും 2 ഡിഫൻഡർ ഇല്ല, നമ്മുടെ കയ്യിൽ മാത്രമേ. അത് ഇതിപ്പോൾ ബുക്ക് ചെയ്താലേ 18 മാസമായിട്ടാണ് ഭയങ്കര ബുക്കിങ്ങാണ്. അപ്പം ഡിഫൻഡർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ അടുത്ത് എപ്പോഴും ഒരു സംതിങ് സ്പെഷ്യൽ ആണല്ലോ, ഉണ്ടാവും. ഒരു റോസാക്കോ ഒരു പ്രമേയമോ എന്തായാലും ഉണ്ടാകും. അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പുതിയത് വാങ്ങിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മൾ റെഡി ഡെലിവറി ആണ്. വെൽ മൈൻഡ്. അതെ, നമുക്ക് വേറെ ബുക്കിംഗ് ഒന്നും ഇല്ല, നേരെ പേയ്മെന്റ് എടുക്കുക, വണ്ടി എടുത്ത് പോവാം. പിന്നെ ഈ ബ്ലാക്ക് കളറും ഡിഫൻഡറിൽ ഭയങ്കര ഡിമാൻഡുമാണ്. അതെ അതെ, ബ്ലാക്ക് നമ്മുടെ അടുത്തുള്ള ഇപ്പം എനിക്ക് തോന്നുന്നു അധികം. പക്ഷേ ഡിഫൻഡർ ഡ്യുവൽ ടോൺ നമ്മൾ കണ്ടുവരുന്നത്. ഫുൾ ബ്ലാക്ക് എന്ന് പറയുന്നത് ശരിക്കും കുറവാണ് കാണുന്നത്. ഇതിൻ്റെ ആ മറ്റേ ടെയിൽ ലാമ്പ് കണ്ടോ, LED ടെയിൽ ലാമ്പ് ഇത്രേ ഉള്ളൂ, 4 വട്ടമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ രസം കണ്ടോ അല്ലേ, വലിയ ഓവർ കളികളൊന്നുമില്ല. വളരെ എന്ത് രസം, അട്രാക്റ്റീവ് ആണ്. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ കണ്ടോ ഒരു ബോഡി പാനൽ എന്ന് പറയുന്നത് അങ്ങനെ ഒഴുകി പോകുന്ന രസമുള്ള. അല്ല, ഇത് കാരണമാണ് ഇപ്പോൾ ശരിക്കും ഡിഫൻഡർ ട്രെൻഡായി മാറിയത്. കാരണം ഒന്നാമത് ഈ ഒരു പ്രൈസിൽ ഇത്ര റോഡ് പ്രസൻസ് ഉള്ള വേറെ വണ്ടിയില്ല. ഒന്നുമില്ല. അതെ, കാരണം ഭയങ്കര ഒരു വേറെ തന്നെ ഒരു ലുക്കാണല്ലോ വണ്ടി. ഇതിന്റെ പുറകെ വന്ന് ഈ കോഴിക്കോട് കണ്ണൂർ പോകുന്ന ബസ്സുകാർ ഫോണൊന്നും അടിക്കില്ല, മിണ്ടാതെ പോകുള്ളൂ. പുരുഷൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ സൈഡിൽ കൂടെ പോകുള്ളൂ. ഇപ്പൊ ഇവിടുത്തെ ഒരുവിധ ആളുകൾ പിന്നെ എല്ലാം ഡിഫൻഡർ ഉണ്ട്. അതെ അതെ, വണ്ടികളെല്ലാവരും എടുത്തു തുടങ്ങിയല്ലോ. അതെ അതെ അതെ, യൂസ്ഡിൽ ഇപ്പൊ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അതെ, ശരിയാണ്. അപ്പം ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും നമ്മളെ ഞെട്ടിക്കുന്ന 4 മോഡൽ കണ്ടുവന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞെട്ടിക്കുന്ന ഇഷ്ടം പോലെ മോഡലുണ്ട്. ട്രാഫിക് ഇനി ആരെങ്കിലും ഏൽപ്പിക്കുകയായിരിക്കും. നമ്മുടെ അടുത്ത് അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇത്തവണ നമ്മുടെ അടുത്ത് 100 കാർസ് ആണുള്ളത്. ആണല്ലേ? 100 കാർസ് എന്ന് പറയുമ്പോൾ എല്ലാം പ്രീമിയം ആലോചിച്ചോണം, ചെറിയ വാഹനങ്ങളെ അല്ല. 100 കാർസ് കേരളത്തിൽ ഒരു ഷോറൂമിലില്ല, ഒരു ഡീലർഷിപ്പിലില്ല, നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അതും ഒരേ ഷോറൂമിലാണ് ഇതെല്ലാം കീപ്പ് ചെയ്തത്. അതെ അതെ, ശരിയാണ്. ഇത് 3-4 നിലയിലുണ്ട്. നമ്മൾ കണ്ടിട്ട് ഒരുപാട് ഷോറൂമുകളിലല്ലാണ്ട് നമ്മളെ സിംഗിൾ ഷോറൂമിൽ തന്നെ 100 കാർസ് സ്റ്റോക്ക് ചെയ്ത വൺ ആൻഡ് ഓൺലി ഷോറൂമാണ്. തീർച്ചയായിട്ടും. അതെ. അതുപോലെ അല്ല, അതിലുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രീമിയം കാർ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എവരിതിങ് അണ്ടർ വൺ റൂഫ് എന്ന് പറഞ്ഞ സാധനം. അതെ അതെ, അവർക്ക് പിന്നെ അവരുടെ ബഡ്ജറ്റ് മാത്രം പറഞ്ഞാൽ മതി, അവർക്ക് ഇഷ്ടപ്പെട്ട ചോയ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അത് ആ വൺസ് കയറി കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഏത് വേണമെങ്കിലും നോക്കിയിട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ കണ്ടു കഴിഞ്ഞതെല്ലാം നിങ്ങൾ വില ഈ പറഞ്ഞല്ലോ, നിങ്ങൾ ഇത്രയും വിലയിൽ വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഞെട്ടിക്കുന്ന വിലയൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഏത് പ്രൈസ് റേഞ്ചിലുള്ള വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. ഏറ്റവും താഴെ ബേസ്മെന്റിലടക്കം കുറച്ച് വില കുറഞ്ഞ വാഹനങ്ങളൊക്കെ 20 lakhs തൊട്ട് നമ്മുടെ അടുത്തൊരു 5 CR വരെയുള്ള സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ബൈക്കുകളും കുറച്ച് ശക്തമായി വന്നു തുടങ്ങി അല്ലേ? ബൈക്കുകൾ ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അതിനായിട്ട് നിൽക്കുകയാണല്ലോ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വേണ്ടത്. ബൈക്ക് ചോദിക്കുന്ന ആൾക്ക് നമ്മൾ ബൈക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ
ഹയാബുസയാണ് അല്ലേ? അല്ല, ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇങ്ങനത്തെ ഒരു ഓപ്ഷനൊക്കെ കൊണ്ടുവരാം. ഒരു ഡിഫൻഡർ വാങ്ങുന്ന ഒരാൾക്ക് ഒരു ഹയാബുസ ഫ്രീ. അപ്പോൾ ലാഭം മനസ്സിലായല്ലേ? ലാഭത്തിൻ്റെ അല്ല, അതിൻ്റെ കൂടി പൈസയിൽ കൂട്ടി കൊടുക്കും. എന്നാലും തുറന്ന സമീപനാണ് ഇവിടെ. ഒന്നും ഒളിച്ചു വെക്കുന്നില്ല. 2 ഹാർലി ഉണ്ട്. ഇത് ട്രയംഫ് അല്ല, ഇത് ഹാർലി. ബാക്കിലുള്ള ട്രയംഫ്. ഇത് മറ്റേ ഹാർലിന്റെ സോഫ്റ്റ് ടൈൽ ബ്രേക്ക് എന്ന് പറഞ്ഞ റയറസ്റ്റ് പീസാണ്. അതെ അതെ. അപ്പോൾ ഇതെല്ലാം കേരളമാണല്ലോ അല്ലേ? കേരളം സൂപ്പർ ബൈക്സ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? പിന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിന്റെ വിലകളൊക്കെ ഇനിയിപ്പോൾ ആരാണ് എനിക്ക് പറഞ്ഞു തരാൻ പോകുന്നത്? നമ്മുടെ ASM ഉണ്ട്. ASM എല്ലാം നമ്മുടെ അതുൽ. യെസ്, എനിക്ക് നേരത്തെ പരിചയമുള്ള ആളാണ്. ഞാൻ മുമ്പൊരിക്കൽ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഈ വണ്ടിയുടെ എല്ലാം ഈ മോഡലും വില ഓർത്തിരിക്കുന്നതെന്ന്. ആ രീതിയിൽ പടപടാന്ന് പറഞ്ഞു തരുന്ന ആളാണ്. അപ്പോൾ നമുക്കിനി നടന്നൊന്ന് മുഴുവൻ കാണാം. അപ്പോൾ ഇനി അതിലാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മൾ BMW ആണ് തുടങ്ങാൻ പോകുന്നത്. പക്ഷേ അത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ, നേരത്തെ റഫീഖ് പറഞ്ഞ വളരെ ശരിയാണ്. നമ്മൾ റേഞ്ച് റോവറിൻ്റെ ഷോറൂമിൽ പോയപ്പോൾ ഇത്രയും റേഞ്ച് റോവർ കാണാൻ പറ്റില്ല. എങ്കിലും അടുപ്പിച്ച് റേഞ്ച് റോവർ കണ്ട് ബോറടിപ്പിക്കുന്നില്ല. നമുക്കിനി BMW X5 നിന്ന് തുടങ്ങാം. ഏതാണ് ഇത്? രജിസ്റ്റേർഡ്. അത് ശരി. ഇത് ആക്ച്വലി നമ്പർ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇനി ഫിറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ശരി. അപ്പോൾ 2023 ഷോറൂമിലാണോ അതോ മോട്ടോർ വാഗണിലാണോ? നമുക്ക് X5 തന്നെ വൈഡ് കളക്ഷൻസ് ഉണ്ട്. ആക്ച്വലി ഇപ്പം കറന്റ് നമ്മുടെ അടുത്ത് 5 വണ്ടി X5 മാത്രമാണ് സ്റ്റോക്ക്. ശരി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ റേഞ്ച് റോവറിന്റെ സ്റ്റോക്ക് നമുക്ക് സൗത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ വേറെ ഷോറൂമുകളിൽ കാണാൻ പറ്റും. സമ്മതിച്ചു, അത് തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. ഇതിപ്പോൾ ഏത് മോഡലാണ്? ഇത് 2023 മോഡല്, വെറും ബിലോ 3000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള M40. അത് ശരി. X7ന്റെ സെയിം എഞ്ചിൻ സ്പെക്ക് വരുന്ന വണ്ടിയാണ്. അതെ അതെ. ഇത് പിന്നെ കേരളമാണെന്ന് പറയേണ്ട കാര്യമില്ല, റേസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 3000 താഴെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ. ഇത് എന്ത് വിലക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്? ഇത് നമുക്ക് ചെറിയ റേറ്റിന് കൊടുക്കാം. ട്രെയിനിങ് ഞാൻ തോന്നുന്നു എല്ലാം ചെറിയ റേറ്റ് അല്ല, നമുക്കൊരു 1.295 ആ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാം. ശരി. അതായത് വണ്ടി അനങ്ങിയിട്ടില്ല. അതെ അല്ലേ? ഒരു പോറല് പോലും ഇല്ല അല്ലേ? 2 months പഴക്കം. അത്രേ. ഏറ്റവും പുതിയ ഷേപ്പുമാണ്. 4 മാസം മുമ്പ് വന്ന X5ന്റെ ഏറ്റവും പുതിയ ഷേപ്പാണിത്. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ സത്യത്തിൽ ഈ X5 എന്ന് പറയുന്നത് നമ്മുടെ റോഡുകളിൽ പോലും ഇപ്പോൾ അധികം കാണാറില്ല. ഇവിടെ രസമുള്ള ചില ബാഡ്ജിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ സീറ്റിൻ്റെ നിറവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇത് ബുക്ക് ചെയ്താലും കിട്ടാൻ വളരെ താമസം. നല്ല വെയിറ്റിംഗ് പീരീഡ് ആണ്. BMW ഏറ്റവും പുതിയ ഡിസൈൻ്റെയും അത് ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും അതാണ് ഇപ്പോൾ ഈ ഒരു X5. അതും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പേരിലായിട്ട് ആദ്യത്തെ രജിസ്ട്രേഷൻ അല്ല അങ്ങനെ വരുള്ളൂ. അല്ല, ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ 7ലാണ് 07 രജിസ്റ്റർ ചെയ്യാം. ഓക്കെ. അപ്പം ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ഉണ്ടല്ലോ പ്രവീണ, ഇതാ ഇവിടെയൊക്കെ നമ്മൾ സാധാരണ BMW വാഹനങ്ങളിൽ കാണുന്ന തരത്തിലുള്ള സ്പോർട്ടി എലമെൻറ്റ്സ് അല്ല ഇതിൽ കണ്ടത്. ഇതിൽ വളരെ രസികൻ എലമെൻറ്റ്സ് ആയി കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആണ്, സ്പോർട്ട് ആണ്. ഇത് അല്പം കൂടി പഴയത്. അതിന്റെ തൊട്ട് പുറകിലുള്ള 2020 വണ്ടി. 2020. അതിൽ തന്നെ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. X-Drive 30D. ഏത് മോഡലാണ്? 2020 മോഡൽ. 20. എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് ഓട്ടം കുറവാണ്, ഒരു 50,000 ആ റേഞ്ചിൽ ഓടിയിട്ടുള്ളൂ. ഇതും ഈ പറഞ്ഞ നല്ല ഷേപ്പും നല്ല മെയിൻറ്റൈൻഡ് ആണെന്ന് നമുക്ക് കണ്ടാൽ അറിയാവുന്ന മോഡലാണ്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ വരുന്ന. ഇതിൻ്റെ ഈ ഗിയർ സെലക്ടർ ഉണ്ടോ? ഇത് മറ്റേ എന്താ പറയണ്ടേ, ഇതിനെന്താ പറയുന്നത് നമ്മൾ? ഡയമണ്ട്. അതെ, ഡയമണ്ട് കട്ട് ഫിനിഷൊക്കെ ആയിട്ട് നല്ല രസികൻ സംഭവമാണ്. ഇത് നമ്മൾ എന്ത് വിലയ്ക്ക് തരും? നമുക്ക് ചെറിയ വിലക്ക് കയറാം. ഇത് ആദ്യം അങ്ങനെ പറയണമെന്നില്ല, ഞങ്ങൾ സമ്മതിച്ചു, എല്ലാം ചെറിയ വിലയാണ്. ചെറിയ വില എന്താണ്? നമുക്കൊരു 75 ആ റേഞ്ചിലൊക്കെ നമുക്ക്. 75 റേഞ്ചിൽ അല്ല? ഓക്കെ. കേരളം തന്നെയാണ്, കേരള രജിസ്ട്രേഷനാണ്. അപ്പോൾ X5 എന്ന് പറയുന്നത് എപ്പോഴും ഈ BMW ഏറ്റവും എന്താ പറയുക SUV-കളിൽ X7ലേക്ക് എത്തുന്നതിന് മുമ്പ് ഏറ്റവും വലിപ്പമുള്ളൊരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നമുക്കിപ്പോൾ റോഡ് പ്രസൻസും ഉണ്ട്, അതുപോലെ തന്നെ ഇൻറ്റീരിയർ സ്പേസും ധാരാളം ഉണ്ട്. X7ലേക്കൊന്ന് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും X5 നോക്കാവുന്ന ഒരു വാഹനമാണ്. ഇനിയിപ്പോൾ ഈ കിടക്കുന്ന വാഹനം നമ്മുടെ ക്യാമറ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു, കാരണം ഇവരൊന്നും പരിചയമുണ്ട്. ഇത് നിങ്ങളും കണ്ടിട്ടുണ്ടാവും നേരത്തെ ഈ വാഹനത്തെ. ഇത് Q8 ആണ്, Audi Q8. ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും പ്രത്യക്ഷപ്പെട്ടു. വീണ്ടും എങ്ങനെ ഇത് വന്നു? ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഒരു കസ്റ്റമർ ആ വീഡിയോ കണ്ടിട്ട് തന്നെ ഒരു കസ്റ്റമർ വന്ന് എടുത്തു. കസ്റ്റമർ യൂസ് ചെയ്ത് കസ്റ്റമർ ഇപ്പോഴും ഹാപ്പിയാണ്. കസ്റ്റമറുടെ അടുത്ത് നമ്മുടെ അടുത്ത് ഒരു Porsche 911 വന്നതിന് ശേഷം കസ്റ്റമർ ബൈബാക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ശരി. നമ്മുടെ അടുത്ത് നിന്ന് എടുക്കുന്ന ഈച്ച് ആൻഡ് എവറി കസ്റ്റമേഴ്സിന്
ബൈബാക്ക് ചെയ്യാൻ നമ്മുടെ ഫെസിലിറ്റി ഉണ്ട്. എപ്പോഴായാലും കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈബാക്ക് കൊടുക്കുന്നുണ്ട്. അത് മറ്റൊരു വാഹനമായിട്ടല്ലാതെ നമുക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാം. മാർക്കറ്റിലെ ബെസ്റ്റ് പ്രൈസിന് തന്നെ നമ്മൾ തിരിച്ചെടുക്കുന്നത്. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷറി വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു കൺസേൺ ആണ് ഇത് സെല് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അതും നമ്മുടെ അടുത്ത് ഇഷ്യൂ ഇല്ല, കാരണം നമുക്ക് തന്നെ ബൈബാക്ക് ചെയ്യാം. അതാണ് നമ്മുടെ ഫെസിലിറ്റീസ്. അപ്പോൾ അങ്ങനെ ഇത്രയും ഒരു SUV ഓടിച്ചിരുന്ന ആളിപ്പോൾ 911 ഇനി കുറച്ചെല്ലാം കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മനസ്സ് പറയും ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ കിടക്കുന്ന ഏതെങ്കിലും അല്ലേ എക്സോട്ടിക് കാറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞ ഓരോരോ ബോഡി സ്റ്റൈലും ഓരോ എൻജിൻ സ്റ്റൈലും ഒക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ച് അല്ലേ ഓരോ വണ്ടികളിലേക്ക്. ഇത് പക്ഷേ എന്തൊരു രസകരമാണ്. ഇപ്പം ഓടി സത്യത്തിൽ ഞാൻ വലിയൊരു ഓടി ഫാൻ അല്ല കേട്ടോ, പക്ഷേ ഓടിയുടെ പുതിയ വാഹനങ്ങളിലേക്ക് വരുമ്പോൾ ഡിസൈൻ തീമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കണ്ടല്ലോ, ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കണ്ടോ, ഈ ഒരു LED ടെയിൽ ലാമ്പിൻ്റെ ഡീറ്റെയിലിംഗ് കണ്ടോ, എന്ത് രസമായിട്ടാണ് ഇരിക്കുന്നത്. Q8 തന്നെ ഏറ്റവും ടോപ്പ് സ്പെക് ആയിട്ടുള്ള വണ്ടിയാണ്. 55 TFSI ആണ് കിടിലൻ, അതായത് പാറ പറക്കുന്ന സാധനമാണ്. കോത്രയും ഉണ്ട്. അതെ, ഇപ്പൊ ഇറങ്ങുന്നതിന് വീലിന്റെ സൈസ് പോലും ഇത്ര വരുന്നില്ല, 20 വരുന്നത്. ഇപ്പൊ ഇതിൽ 21 അന്നേരം ഇറങ്ങിയതിൽ 21. അതെ, ഇതൊരു ബസിന്റെ ടയറിന്റെ വലുപ്പമുണ്ട്. പിന്നെ ഡ്രൈവ് ചെയ്യാൻ പിന്നെ പറയണ്ട. അതെ, ഗംഭീരാണ്. പിന്നെ ഈ കളർ അല്ല, ഇതിന്റെ അകത്ത് കിടന്നിട്ട് പോലെ ഈ ഒരു ബ്ലൂ കളർ ഇങ്ങനെ വെട്ടി തള്ളുന്നത്, ഇത് വെയിലത്താണെങ്കിൽ അതിഗംഭീരമായിരിക്കും. ഇദ്ദേഹത്തിന്റെ ഇരട്ട സൗരം പോലെയാണല്ലോ ആ കളർ. ഇത് വോഗാണ് അല്ലേ? വോഗില് തന്നെ ഓട്ടോബയോഗ്രഫി, ഏറ്റവും ലേറ്റസ്റ്റ്. അതെ, ലോങ് വീൽ ബേസ് എന്നുള്ളതിന്റെ എല്ലാണ് നമ്മൾ ഇവിടെ കാണുന്നത്, താഴെയുള്ള ബാഡ്ജിങ്. ഇത് സത്യത്തിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ പ്രിയപ്പെട്ട മുതലാളി യൂസഫ് അലിയൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്നത് ഇതാണല്ലോ അല്ലേ? അതെ, വോഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇതിൽ അൾട്ടിമേറ്റ് ലക്ഷറിയാണ്. ഇന്റീരിയർ സ്പേസും അതെ, പിന്നെ എന്താണ് ഒരു ബസിന്റെ വലുപ്പമുണ്ട്, ഇഷ്ടം പോലെ. പെർഫോമൻസിൽ പിന്നെ പറയണ്ട, V8 ആണ്. 4.4 V8 എഞ്ചിൻ വരുന്നതാണ്. അതെ 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 അതെ. ഓട്ടോബയോഗ്രഫി ഏറ്റവും സ്പെക്ക് ഏറ്റവും കൂടിയ സാധനം. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റേഞ്ച് ഓഫ് സ്പോർട്ട്, അതിൻ്റെ മുകളിൽ വോഗ്, അതിൻ്റെ മുകളിൽ ഓട്ടോബയോഗ്രഫി അല്ലേ? അങ്ങനെ തന്നെയല്ലേ എൻ്റെ? അപ്പോൾ ഈ പറഞ്ഞ പോലെയാണ്, ഇതൊരു അൾട്ടിമേറ്റ് സംഭവമാണ്. ഇത് വാങ്ങിച്ചിട്ടാൽ നമ്മൾ പാമ്പാടി രാജനെയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ നിർത്തിയിരിക്കുന്ന പോലെയാണ്. ആ ഒരു തലയെടുപ്പ് തീർച്ചയായിട്ടും ഇതിനുണ്ട്. ഇൻറ്റീരിയർ ഒന്ന് കാണാം. ഇതൊക്കെ എപ്പോഴും ഷോഫർ ഡ്രൈവൺ ആയിരിക്കും അല്ലേ? എങ്കിൽ പോലും ഇത് ഓടിക്കാൻ അതുപോലെ രസമാണ്. ഈ ഷോഫർ ഡ്രൈവൺ ആണെങ്കിൽ പോലും നമ്മൾ ഓടിച്ചു തന്നെ രസിക്കേണ്ട ഒരു വാഹനമാണിത്. പിന്നെ ഇതിൻ്റെ ഈ ലെതർ പോലുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും സംഭവങ്ങളായിരിക്കും ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാണുന്ന എല്ലാം തന്നെ. ഇൻറ്റീരിയർ ഇത് സെയിം ടൈം ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ നമുക്ക് ഇതാ നമ്മൾ മുന്നിലാണെങ്കിലും അതെ, മുന്നിൽ നമ്മൾ എന്തൊക്കെ ഫീച്ചേഴ്സ് വർക്ക് ചെയ്യിപ്പിക്കാം അതെല്ലാം ഇവിടെ സ്ക്രീനിൽ നമുക്ക് ബാക്ക് ചെയ്തും ചെയ്യാം. അതുകൊണ്ട് തന്നെ മെമ്മറി സീറ്റ് ഫംഗ്ഷനും വരുന്നുണ്ട്, മസാജ് വരുന്നുണ്ട്, എല്ലാം നമുക്ക് പുറകിലും വരുന്നുണ്ട്. അതെ, ഇവിടുത്തെ ആ കൺസോളിൻ്റെ അറ്റൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്, ഒരു വലിയ സംഭവം അങ്ങനെ നിൽക്കുകയാണ്. ഇതും ഒരു അൾട്ടിമേറ്റ് സംഭവമാണ്. ഇതപ്പോൾ ഏത് മോഡലാണ്? ഇത് 2020 മോഡൽ. 20. ഓക്കെ, എന്ത് ഓടിയിട്ടുണ്ടാവും? ഇത് ലോ കിലോമീറ്റർ വണ്ടി, വില പോലെ തന്നെ അതെ ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഇത് നമുക്ക് റേറ്റും അറൗണ്ട് പുതിയ വണ്ടിക്ക് നമുക്ക് 4 CR അടുത്ത് ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടിയാണ്. നമ്മളിപ്പോൾ ചോദിക്കുന്നത് 2.2 CR ആണ്. അത് ലോയാ? അതെ. വിലയുടെ കാര്യത്തിൽ നമുക്ക് ചെറിയ തോതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ 2 കോടിയിലധികം വില കുറഞ്ഞു. അതെ, തീർച്ചയായിട്ടും അതൊരു സംഭവമല്ലേ ഇത്തരം വാഹനങ്ങൾ വാങ്ങിക്കുന്നതിനെ സംബന്ധിച്ച്. ഇനി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ എറണാകുളത്ത് മറ്റേ JLRന്റെ ഷോറൂമിൽ പോയി നിൽക്കുന്ന പോലെയാണ്, നിരന്ന് കിടക്കുകയാണ്. ഇത് വോഗ് തന്നെയാണ്. നമുക്ക് ഓൾഡ് ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഓ ശരി. അതെ, 2014 വോഗ് ആയിരുന്നു, അത് നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള. ശരി. അതപ്പം കുറച്ച് ഓടിയിട്ടുണ്ടാകണം അല്ലേ? അത് ഓടിയിട്ടുണ്ട്. ഇത് ശരിക്കും ഈ പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയും എന്താ പറയുക, ഒരു റേഞ്ച് ഓവർ വോഗ് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പുതിയതിലേക്ക് പോകാതെ ഇതിലേക്ക് തീർച്ചയായിട്ടും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ആ വണ്ടി കണ്ട പോലെ തന്നെ പുതിയത് എടുത്തൊരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു റീസെയിലിലേക്ക് നോക്കുന്ന സമയത്ത് വലിയൊരു ഡിപ്രിസിയേഷനാണ് വരുന്നത്. അപ്പം നമ്മുടെ അടുത്ത് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. കസ്റ്റമർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഡെലിവറി ചെയ്യാനുള്ള കണ്ടീഷനിലാണ് എല്ലാ വണ്ടികളും ഉള്ളത്. അതെ. പ്രവീണ, ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നോ? ഇത് നല്ല ബീജാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ പഴക്കം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞപ്പോൾ ഏറ്റവും പുതിയ വണ്ടികളുടെ ഇൻറ്റീരിയർ പോലെ അല്ല എന്നേ ഉള്ളൂ, ഏറ്റവും ലേറ്റസ്റ്റ് പോലെ. എങ്കിൽ പോലും ലക്ഷറിയുടെ കാര്യത്തിൽ ഒട്ടും തന്നെ വരത്തിട്ടില്ല. ഇതിപ്പോൾ എന്ത് വിലയ്ക്ക് തരും? ഞാൻ പോകുമ്പോൾ പറഞ്ഞാൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്, അതന്നെ എല്ലാത്തിനും വില ചോദിക്കുന്നത്. നമുക്ക് ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 85. അതെ, ആ റേഞ്ചിലേക്ക് നമുക്ക്. ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം ഓട്ടോബയോഗ്രഫിയിൽ കണ്ടതുപോലെ ഉള്ള കൺസോളൊന്നും അല്ല, പക്ഷേ ഇതിൽ മോശമല്ല. സീറ്റിൻ്റെ ബാക്കിൽ നമുക്ക് സ്ക്രീൻ പോലുള്ള കാര്യങ്ങളും അതെല്ലാം ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇനി അത് സ്പോട്ടാണോ? അതെ, സ്പോട്ട്, റേഞ്ച് ഓഫ് സ്പോട്ട്. അപ്പം അതാണ് ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വലിപ്പം കാണാം. അവിടെ നിന്ന് നമ്മൾ ഓട്ടോബയോഗ്രഫി തുടങ്ങി
അതിൻ്റെ നീളം നിങ്ങളൊന്ന് കാണുക. അവിടുന്ന് നമ്മൾ നേരെ ഇവിടെ വരുമ്പോൾ വോഗിലെത്തുമ്പോൾ അല്പം കൂടി ഒന്ന് നീളം കുറഞ്ഞു അല്ലേ. ഇനി സ്പോട്ട് ഇതിൻ്റെ എന്താ പറയുക എൻട്രി ലെവൽ നമ്മൾ വിളിക്കരുത് കേട്ടോ. ഇതിനൊക്കെ എൻട്രി ലെവൽ നമ്മുടെ മനസ്സിൽ വരുന്നത് മറ്റേ മാരുതിയുടെ LXi VXi എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഇതും അൾട്ടിമേറ്റ് ആണ്. റേഞ്ച് ഓഫ് സ്പോട്ട് എന്ന് പറയുന്നത് തന്നെ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കാണ്. ഇതേത് മോഡലാണ്? ഇത് 2019 മോഡൽ. 19. HSE ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള വണ്ടി, ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. നമ്മൾ ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് സ്പോർട്ടിന് വരുന്നത് 2.35 അടുത്ത് ഓൺ റോഡ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ചോദിക്കുന്നത് 1.25. 1.25. ഓക്കെ. ഇതും ഈ പറഞ്ഞ പോലെ കിട്ടാനൊക്കെ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇത്രയും വിലയുള്ള വണ്ടികളാകുമ്പോഴത്തേക്കും ഇവർ ഷോറൂമിൽ കൊണ്ടുവന്ന് കുറേ കാലം വെയിറ്റ് ചെയ്തിട്ട് ആൾക്കാർ വരാൻ വേണ്ടി. ഇതൊന്നും അല്ല. ഇതൊക്കെ ബുക്ക് ചെയ്താൽ ഇപ്പോഴും 1 വർഷം എടുക്കുന്ന വണ്ടികളാണ് ഇതെല്ലാം തന്നെ. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഡിഫൻഡർ ബുക്ക് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ 18 മാസം വരെയൊക്കെയാണ് ബുക്കിംഗ് പീരീഡ് ഇപ്പോൾ പറയുന്നത്. കാരണം ഇതെല്ലാം CBU ആണ് വരുന്നതെല്ലാം. മറ്റേ നമ്മൾ ഓർഡർ ചെയ്തിട്ട് വേണം റിട്ടേണിൽ വൈജുവന്നാരുടെ വണ്ടി ഉണ്ടാക്കി തുടങ്ങുന്നത്. എന്നിട്ട് വേണം അവിടെ നിന്ന് കപ്പൽ. കൂടാതെ അവിടെ ബുക്കിങ്ങിൽ മുത്തൂറ്റിൽ ബുക്കിങ്ങിൽ എത്രയോ % നോൺ റീഫണ്ടബിൾ ആണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അടുത്താകുമ്പോൾ പിന്നെ ആ ഒരു ഇഷ്യൂസ് ഒന്നുമില്ല. നെക്സ്റ്റ് ഇത് 2020 സ്പോട്ടാണ്. 2020 എപ്പിസോഡ്. ഓക്കെ. ഇത് ഏകദേശം അതേ റേറ്റിന് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് എത്ര ഓടി കാണും? ഇത് 60 ആ റേഞ്ചിൽ അതേ ഉള്ളൂ ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെ ഒക്കെ ഉണ്ടോ? ഇതിൻ്റെ അലോയൊക്കെ ഉണ്ടോ? എന്ത് രസമൊക്കെ അലോയുടെ ഷേപ്പൊക്കെ ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് അഭിമാനിക്കാവുന്ന സംഭവം കേട്ടോ. ടാറ്റ മോട്ടോഴ്സിൻ്റെ കയ്യിലാണ് അല്ലേ കമ്പനി എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്ത്യക്കാർക്ക് ആർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് സ്പോട്ട് ഇത് ഓൾഡ് ഷേപ്പിലേക്ക് മാറി 2016 വണ്ടിയാണ്. ഇത് എന്ത് ഓടി കാണും? ഇത് നമുക്കൊരു 75 ബിലോ 75 നമുക്ക് കൊടുക്കാം. അല്ല, ഓടിയത് എത്രത്തോളം ഓടി കാണും? ഓടിയത് നമുക്ക് ഓടിയിട്ടുണ്ട് 1 ലാഖിൻ്റെ അടുത്ത്. 1 ലാഖിൻ്റെ. എന്നാൽ പോലും മാർക്കറ്റിന്റെ കാര്യത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ വണ്ടി കിട്ടാനില്ല. അല്ല, ഇത്തരം വണ്ടികളുടെ ഒന്നും ഇപ്പോൾ 1 ലക്ഷം ഓടുന്നതൊന്നും ഇതിൻ്റെ അകത്ത് എഞ്ചിനൊന്നും അനങ്ങുമില്ലല്ലോ. ഒന്നും. ഇതിൻ്റെ ബീച്ച് ഇൻറ്റീരിയറാണ്. 2016 ആണെങ്കിൽ പോലും കണ്ടോ അതിൻ്റെയൊക്കെ ഒരു രസം. ഈ ഒരു മോഡേൺ തന്നെയാണ് എന്ന് പറയാം. ബാക്കിലേക്ക് വരുമ്പോൾ വീണ്ടും സെൻട്രൽ കൺസോളിൻ്റെ ബാക്കിലൊക്കെ ഒരു അലൂമിനിയം ഫിനിഷൊക്കെ ഉണ്ട്. പക്ഷേ അതല്ല ഇപ്പോൾ ഏറ്റവും പുതിയതിൽ അതൊക്കെ ടോട്ടലി മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും പഴയ പുലി തന്നെയാണ് ഇദ്ദേഹവും. ഇനി ഇവിടെ ഈ പറഞ്ഞ പോലെ ഒറ്റപ്പെട്ട് കുറേ പശുക്കൾക്കിടയിൽ ഒരു ആട് എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ബെൻസാണ് കിടക്കുന്നത്. GLS ആണ്. ഓക്കെ. ഒപ്പം നിന്നോളും കേട്ടോ, മോശമൊന്നുമില്ല. ഒപ്പം തന്നെ വെക്കും. നീളത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ അടുത്ത് 5 വണ്ടികളുണ്ടായിരുന്നു GLS. റീസെൻ്റ്ലി എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഈ GLS എന്ന് പറയുന്നത് ശരിക്കും S ക്ലാസിൻ്റെ SUV ആണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ബെൻസിൻ്റെ ഒരു സെഡാൻ്റെ SUV വേർഷൻ എന്നാണ് പറയേണ്ടത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇൻറ്റീരിയർ സ്പേസാണ്. ഇൻറ്റീരിയർ സ്പേസും കംഫർട്ടും ലക്ഷറി മൂന്നും കൂടെ എന്താ പറയുക സമഞ്ജസം സമ്മേളിക്കുന്നതൊക്കെ വേണമെങ്കിൽ നമുക്ക് മലയാള ഭാഷയിൽ ഇത്തിരി ശക്തമായിട്ട് പറയാം. ഒരു ഫാമിലിക്ക് ഫാമിലി സുഖമായിട്ട്. ഇത് ഒരു ബ്രൗൺ ആണ് അല്ലേ? ബ്രൗണിഷ് സീറ്റാണ്, ബ്ലാക്ക് അല്ല. മൊത്തത്തിലൊരു ബ്രൗണിഷ് സംഭവമുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ ബെൻസ് വന്നപ്പോൾ കൂടുതൽ സ്ക്രീനുകളൊക്കെ വന്നു. ഇതിലെ പഴയ സ്ക്രീനാണ് ഇരിക്കുന്നത്. നമ്മുടെ GLAയിലൊക്കെ ഉണ്ടായിരുന്ന അതേ സ്ക്രീനാണ്. ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 2017 മോഡൽ, അറൗണ്ട് 60,000 കിലോമീറ്റർ. 61,000 കിലോമീറ്റർ. ഇതിന്റെ തന്നെ 3 ഗ്രാൻഡ് എഡിഷൻ മാത്രം നമ്മുടെ അടുത്തുണ്ടായിരുന്നു. സോൾഡ് ആയി പോയിട്ട്. ശരി. ഇതിൻ്റെയും സെക്കൻഡ് റോ സീറ്റ് എന്ന് പറയുന്നത് ലക്ഷറി ആയാലും സ്പേസ് ആയാലും അല്ലേ ഒരേപോലെയാണ്. ബാക്കിൽ എന്താ കൺട്രോളുകൾ, AC യുടെ കൺട്രോൾ. മറ്റൊരു പ്രത്യേകത 7 സീറ്റർ ആണെന്നുള്ളതാണ്. ഇതാ ബാക്കിൽ മോശമല്ലാത്ത സ്പേസുള്ള 2 പേർക്ക് ഇരിക്കാവുന്ന സീറ്റുണ്ട്. അങ്ങനെ ഒരു 7 സീറ്റർ വാഹനമാണെന്നുള്ളത് വലിയ കുടുംബങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ബെൻസിൻ്റെ ഏതൊരു വാഹനത്തും പോലെ തന്നെ ലക്ഷറി എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു കുറവുമില്ല. ഇതെന്ത് വിലയ്ക്ക് തരും? ഇതാണെങ്കിൽ പോലും നമുക്കൊരു 65 lakhs ആണല്ലേ റേഞ്ചിൽ. നമുക്ക് 65 lakhs GLS കാശില്ലാതായിപ്പോൾ കേട്ടോ. ഇതാണ് ഈ കുഴപ്പം. ഞാൻ സത്യത്തിൽ ഇനി ഇവിടെ വരില്ല എന്ന് ഞാൻ പറയാൻ പോകട്ടെ. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് ഉറക്കമില്ലാത്ത അവസ്ഥയാണ്. ഇത് ഓരോന്നും കണ്ടിട്ട് തന്നെ ഇതൊക്കെ വാങ്ങിയതിനുള്ള അസൂയ കാരണം ഉറക്കം വരില്ല. അങ്ങനെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഇവക്ക് കൂടെ കാണാം അല്ലേ? ഇവക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഐശ്വര്യലക്ഷ്മി അല്ലേ നമ്മുടെ 2024 എടുത്ത് ഫസ്റ്റ് വണ്ടി കേരളത്തിലത് ഐശ്വര്യയാണെന്നുള്ളത് എവിടെയൊക്കെ വായിച്ചു. ഇവക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര രസികൻ ഷേപ്പുള്ള ഒരു കോമ്പാക്ട് ആണ്. ഇതിൻ്റെ ഈ കൂപ്പെ പോലത്തെ ഒരു ഡിസൈനും നല്ല ഒതുങ്ങിയ ഒരു വണ്ടിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഓഫ് റോഡ് പോയിട്ടുള്ള ഇവരുടെ വാഹനം റേഞ്ച് റോവറിൻ്റെ വാഹനം ഏറ്റവും കൂടുതൽ ഓഫ് റോഡ് പോയിട്ടുള്ളൊരു വാഹനം ഇവോക്കാണ്. ഇവോക്ക് നല്ല രസമാണ് ഓഫ് റോഡ് കയറി പോകാൻ.
ഇതേത് മോഡലായിരിക്കും? ഇത് 2016 മോഡല്. ഈ വണ്ടീന്റെ പ്രത്യേകത എന്താ വെച്ചാൽ CB യൂണിറ്റ് വണ്ടിയാണ്. ഓ ശരി, ഫുള്ളി ഇമ്പോർട്ടഡ് ആണ്. ഓ അതിൽ തന്നെ ഏറ്റവും ടോപ്പ് സ്പെക്ക് വണ്ടിയാണ്. അപ്പോൾ നമുക്ക് പ്രൈസിന്റെ കാര്യത്തിൽ ചിലപ്പം പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. എന്താണെന്ന് വെച്ചാൽ ഫുള്ളി സ്പെക്ക് ചെയ്ത് വന്നിട്ടുള്ള വണ്ടി ഏറ്റവും ടോപ്പ് സ്പെക്ക് ആയിട്ടുള്ള HSC ഡൈനാമിക് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഇതിനും നേരത്തെ നമ്മൾ കാണിച്ച പോലെ റിയർ സീറ്റിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓ ഇതിന്റെ വളരെ സ്പോർട്ടി സീറ്റ് കേട്ടോ. റെഡും ബ്ലാക്കും കൂടെ ഉള്ള ഒരു രസികൻ ഒരു കോമ്പിനേഷൻ ഉണ്ട് ഇന്റീരിയർ. അത് കൊള്ളാം. എത്ര ഓടിയിട്ടുണ്ടാവും? ഇതും ഓട്ടം കുറവാ, അറൗണ്ട് 40 ആ റേഞ്ചിലാണ്. ഇതുണ്ട് കേട്ടോ, 47 ആണ് ഓടിയിരിക്കുന്നത്. സീറ്റ് ഈ പറഞ്ഞ പോലെ രസമായിട്ടുണ്ട്. ബാക്കിലെ സീറ്റിലേക്ക് പോവുകയാണെങ്കിൽ ബാക്കിൽ ഇതാ ഇവിടെയൊക്കെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒട്ടും പുതുമ നശിക്കാത്ത 2016 എന്നല്ലേ പറഞ്ഞത്? 16 പോലും ശരിക്കും പറഞ്ഞാൽ പുതുമ നശിക്കാത്തൊരു വാഹനമാണ്. ഇത് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? എന്ത് വിലയ്ക്ക് തരും? ഇത് നമുക്കൊരു 45 lakhs ആ റേഞ്ചിൽ കൊള്ളാം. അത് നല്ല ഇതാണ്. ഇതിനകത്ത് മ്യൂസിക് സിസ്റ്റം പോലും മെറേഡിയൻ്റെ ഗംഭീര മ്യൂസിക് സിസ്റ്റം ഒക്കെയാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നല്ലൊരു ഓഫ് റോഡാണ്. പിന്നെ ചെറിയ വണ്ടിയാണെന്ന് വിചാരിക്കേണ്ട. ഇതിൻ്റെ ബൂട്ട് സ്പേസും അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും തന്നെ മോശമല്ലാത്ത ബൂട്ട് സ്പേസും ഒക്കെ ഉണ്ട്. അതൊരു നല്ലൊരു ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ ഈ വിലയ്ക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കണ്ണടച്ച് വാങ്ങിക്കാവുന്ന വാഹനമാണ് ഈ ബോക്ക്. അപ്പോൾ ഇത്രയാണ് താഴെ ഉള്ളത് അല്ലേ? ഒന്നും ആകുന്നില്ല കേട്ടോ ഇവിടുത്തെ. നടന്ന് ക്ഷീണിക്കുകയുള്ളൂ. നമുക്ക് അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 100 കാർ സ്റ്റോക്കുള്ള ലക്ഷറി നമുക്ക് കേരളത്തിൽ ചിലപ്പം വേറെ എവിടെയും കണ്ടുവരണമെന്നില്ല. അതെ ശരിയാണ്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ തികയാതെ വെളിയിലൊക്കെ സംഭവം കിടപ്പുണ്ട്. നമുക്ക് അതുവഴി ഇതുവഴിയും കയറാമല്ലോ. നമുക്ക് മുകളിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോറിലും ഈ പറഞ്ഞ പോലെ കൊതിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. തന്നെയല്ല, ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെ കാണാത്ത ചില സംഭവങ്ങളുണ്ട്. കഴിഞ്ഞ തവണ എനിക്ക് ലെക്സസ് ഇവിടെ ഉണ്ടായിരുന്നില്ലെന്നാണ്. ഇപ്പോൾ NX 300H വന്നു അല്ലേ? ഏറ്റവും ബെസ്റ്റ് ഹൈബ്രിഡ് SUV, ഒരു സംശയമില്ല. ലെക്സസിൻ്റെയാണ് ഏറ്റവും ബെസ്റ്റ് ഹൈബ്രിഡ് ടെക്നോളജി. ഇത് ഓടിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക് കാർ ഓടിക്കുന്നില്ല അല്ലേ? ബേസ്ലി അങ്ങേറ്റം സ്റ്റാർട്ട് ചെയ്താൽ അറിയേയില്ല, സ്മൂത്താണ്. വേറൊരു കാര്യമുള്ളത്, ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് മറ്റൊരു വണ്ടിയുടെ പോലെ, നമ്മൾ ഈ റേഞ്ച് റോവറിൻ്റെ പറഞ്ഞ പോലെ വളരെ വ്യത്യസ്തമായ ഇൻറ്റീരിയർ ഉണ്ടെന്നുള്ളത് ആണ് ഈ ലെക്സസിൻ്റെ വാഹനങ്ങളുടെ പ്രത്യേകത. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ പ്രവീണേ നമുക്ക് ഇൻറ്റീരിയർ കാണാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കിയേ. വളരെ വ്യത്യസ്തമായ ഇൻറ്റീരിയർ. കൺസോൾ എന്നൊക്കെ പറഞ്ഞിട്ടില്ല, എന്ത് രസമായിട്ടാണ് വന്നിരിക്കുന്നുണ്ടോ. അതുപോലെ ഇവിടെ ഈ കാണുന്ന ടച്ച് പാഡാണ്, ഈ സ്ക്രീനിൽ ടച്ച് പാഡാണ് ഈ കാണുന്നത്. ലെതറൊക്കെ ആണെങ്കിൽ എന്ത് മനോഹരമായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിച്ചിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കിടിലനാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം മാറ്റം വന്നോട്ടെ, എങ്കിൽ പിന്നെ പോർഷയുടെ വാഹനങ്ങൾ ഇൻറ്റീരിയർ ഒത്തിരി സ്വിച്ചൊക്കെ ആയിട്ട് രസമായിരുന്നു. ഏതാണ്ട് ആ ഒരു ലൈനായി ഇവരും പിടിച്ചിരിക്കുന്നത് അല്ലേ? അതെ ആ ക്രോണോ പാക്കേജിൻ്റെ അതെ. അതുപോലെ സീറ്റിൻ്റെ കളറായാലും രസമായിട്ടുണ്ട്. നല്ല ടാൻ ബ്രൗണും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷൻ രസമാണ്. പുറകിലേക്ക് വരുമ്പോഴും ഇതിന് പുറകിലെ സീറ്റും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെന്റ് ആണ്, സെയിം ടൈം സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ പനോരമിക വെച്ചാൽ അങ്ങേയറ്റം പനോരമിക സൺറൂഫ് ഇങ്ങേയറ്റം വരെ ഉണ്ട്. നല്ല രസമാണ് ഇത് ഓടിച്ചു പോകാൻ. ഞാൻ പലർക്കും നമ്മുടെ പ്രത്യേക സിനിമയിലൊക്കെയുള്ള പലർക്കും ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയിലുള്ള ഒരാളിത് വാങ്ങിച്ചിട്ടുമുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഉപദേശമൊക്കെ ഇട്ടിട്ട്. ഇത് ഏത് മോഡലാണ്? ഇത് 2018 മോഡൽ. 18 എന്ത് ഓടിക്കാണും? 2018 മോഡൽ സിംഗിൾ ഓണർ, പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 0 ക്ലെയിം, ഒന്നും സംഭവിക്കാത്ത വണ്ടി. നമ്മളിപ്പോൾ ചോദിക്കുന്നത് 56 ആണ്. 56. പിന്നെ അത് വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇത് ഒരു കാര്യം ഉറപ്പിച്ച് വെച്ചു, ലെക്സസും ടൊയോട്ടോ ഉപയോഗിക്കുന്നവർ ഷോറൂമിൽ തന്നെ സർവീസിന് കൊടുക്കുള്ളൂ. കാരണം വളരെ ചെറിയ പൈസയുള്ളൂ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വെളിയിൽ കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അത് വിശ്വസിച്ചെടുക്കാൻ ഒരു സംശയമില്ല കാര്യത്തിൽ. പിന്നെ ഇത് GLE 250 അല്ലേ? അതെ GLE 250 2018 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, നീറ്റ് വണ്ടിയാണ് വരുന്നത്. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, അത് ഞാൻ ട്രെൻഡ് അറേഞ്ച് ചോദിക്കാം, അധികം വൈറ്റ് വണ്ടികളല്ലേ? പ്രീമിയം വണ്ടികൾ അധികം വൈറ്റ് ആണോ? വൈറ്റ് പ്രീമിയം വണ്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ആക്ച്വലി വന്നിട്ടുള്ള പ്രീമിയത്തിൽ എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ വൈറ്റ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ വാങ്ങിക്കാൻ വരുന്നവരും വൈറ്റ് ആണോ പ്രിഫർ ചെയ്യുന്നത് അധികവും? ഒരു 50-60% കസ്റ്റമറും വൈറ്റ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ചില കസ്റ്റമർ ഇങ്ങനെ പറയും ഈ ഒരു കളർ അല്ലെങ്കിൽ റെഡ് അങ്ങനെ ചോദിച്ചു വരുന്ന കസ്റ്റമർ ഉണ്ടാവും. പക്ഷെ ഒരു 90% കസ്റ്റമർ നമ്മൾ നോക്കുമ്പോഴും വൈറ്റ് ചോദിച്ചു വരുന്നവരായിരിക്കും കൂടുതലുണ്ടാവും. അതിന് കാരണം എന്താ അറിയോ? വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ അധികം പൈസ ഉള്ളത് വാങ്ങിക്കുന്നത്, കഴുകാൻ വീട്ടിൽ ആൾ കാണും. നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ കഴുകണം. അതുകൊണ്ട് നമ്മൾ അതാണ് എൻ്റെ ഒരു മനഃശാസ്ത്രം. ഇത് ഏത് മോഡലായിരിക്കും? 2018 മോഡൽ. 18 എന്ത് ഓടി? ഓട്ടം കുറവാണ്, 60-something ഓടിയിട്ടുണ്ട്. എന്ത് വിലയാണ്? 65. നമുക്ക് 58 ചോദിക്കുന്നത്. 58 നെഗോഷ്യബിൾ ആണ്. ആണല്ലേ? അത് നല്ലൊരു ബൈയാണ്. GLC തീർച്ചയായിട്ടും ഇപ്പോൾ GLS വരെ പോകണമെങ്കിൽ
നല്ല GLS പോകുമ്പോൾ വീണ്ടും മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുന്നു. തരക്കേടില്ലാത്ത രീതിയിൽ പിടിച്ചു നിർത്താവുന്ന ഒരു വണ്ടിയാണ്. പക്ഷേ ഇൻറ്റീരിയർ സ്പേസിന് യാതൊരു കുറവില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നല്ല ഇൻറ്റീരിയർ സ്പേസ്. അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ പുതിയ സ്ക്രീനുകൾ എത്തിയ മോഡലല്ല, അതുകൊണ്ട് തന്നെ പഴയ സ്ക്രീനൊക്കെ ആണെങ്കിലും കണ്ടോ നല്ല രസികൻ ഇൻറ്റീരിയറാണ്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നന്നായിട്ട്. അപ്പോൾ ഇതും നല്ല ഒരു ബൈയാണ്. അത്യാവശ്യം വലിയ ഫാമിലികൾക്ക് തീർച്ചയായിട്ടും പറ്റുന്ന ഒരു വാഹനമാണ്. ഇനിയുള്ളത് ഈ പറഞ്ഞ ഇവിടെ ഇലക്ട്രിക് വാഹനങ്ങൾ വന്നു തുടങ്ങി, അത് സെക്കൻഡ് ഹാൻഡ് വെച്ച് തുടങ്ങി എന്നുള്ള ലക്ഷണം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു GLCയുടെ ഇലക്ട്രിക്, അതെ GLCയുടെ ഇലക്ട്രിക് എന്ന് വിളിക്കുന്നത് EQC. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ബെൻസ് നമ്മളിത് ഓടിക്കാൻ ആദ്യം കൊണ്ടുവന്നത് കൊടൈക്കനാലിലാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ മലയിലൊക്കെ ഓടിച്ച് നല്ല ഓടിച്ചതാണിത്. നല്ല രസികം വണ്ടിയാണ്. പക്ഷേ ഇപ്പോൾ ഇത് പ്രൊഡക്ഷൻ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ. കാരണം EQBയും EQSഉം വന്നപ്പോഴത്തേക്ക് ഇത്, പക്ഷേ ഇത് എന്തുകൊണ്ട് നിർത്തിയത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം EQB എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പല്ല. ഇറങ്ങിയതിൽ വെച്ചിട്ട് ബെസ്റ്റ് ഡിസൈനാണിത്. അങ്ങനെ വരുമ്പോൾ നിർത്തുമല്ലോ, അതാണല്ലോ ഈ വണ്ടി കമ്പനികളുടെ പ്രശ്നം. പക്ക എന്താ പറയുന്നത് ഈ ഒരു ഇലക്ട്രിക് വണ്ടിക്ക് ചേരുന്ന എയർ ഫ്ലോ അല്ല ഷേപ്പ് എന്ന് വെച്ചാൽ. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 2022 ഡെലിവറി എടുത്തിട്ടുള്ള വണ്ടിയാണ്. 2030 വരെ വാറണ്ടി നിൽക്കുന്ന വണ്ടിയാണ്. 30 വരെ ഇതിന് കറന്റ് വാറണ്ടി ഉണ്ട്. 27 വരെ കറന്റ് വാറണ്ടിയും 2030 വരെ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുള്ള വണ്ടി. എടുക്കുന്ന ഒരു ബയറെ സംബന്ധിച്ചിടത്തോളം സിംഗിൾ റുപ്പി ഇതിന്റെ മേലെ സ്പെൻഡ് ചെയ്യാൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ വലിയ ചിലവ് ഇല്ല. അതിന്റെ കൂടെ തന്നെ ഇതിപ്പോൾ എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 20,000 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അത്യാവശ്യം റേഞ്ചും വരുന്ന വണ്ടി. റേഞ്ച് 450 ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കൊരു 380 ആ റേഞ്ചൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഫാസ്റ്റ് ചാർജിങ് എല്ലാം സപ്പോർട്ടാണ്. എന്ത് വിലക്ക് തരും? നമുക്കൊരു 85 നമുക്ക് 85 നെഗോഷ്യബിൾ ആണ്. നമുക്ക് എല്ലാം നമ്മുടെ പ്രൈസ് വരുന്നത് ഫിക്സഡ് അല്ല. കസ്റ്റമർക്ക് വരാം, നമ്മുടെ അടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാം. ഇനിയിപ്പം വാങ്ങാനില്ല, ഇനി ഫ്യൂച്ചറിൽ പ്ലാൻ ഉള്ള ആളുകൾക്കും വന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. തീർച്ചയായിട്ടും. ഇതൊന്നുമില്ല, ഇവിടെ കാണാൻ വരാൻ തന്നെ എന്ത് രസമാണ്. നിറഞ്ഞാൽ തിരിച്ചു പോകുള്ളൂ, ദുഃഖിച്ചു വിഷമിച്ചൊക്കെ പോകും. അത് വേറെ കാര്യം. അലോയൊക്കെ ഉണ്ട്, ആ ബ്ലൂ എലമെൻസ് ഒക്കെ അങ്ങനെ ഇലക്ട്രിക് ആണെന്നുള്ള സൂചിപ്പിക്കുന്നു. ഇതേ സാധനം തന്നെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ അകത്തും ആ ഒരു ബ്ലൂ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് നിർത്തിയത് വളരെ മോശമായി പോയി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ ഒന്ന് കാണാം. പ്രവീണ, ഇത് 100% എന്താ പറയുക ആധുനികൻ അല്ലേ? ഒരു തരത്തിലും പഴയ വാഹനത്തിൻ്റെ ഫീലുകളൊന്നും വല്ലാത്ത രീതിയിൽ രസികൻ കൺസോളും ഡാഷ്ബോർഡും പിന്നെ സീറ്റൊക്കെ ആണെങ്കിൽ എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നുണ്ടോ, നല്ല ഗംഭീരമായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കണ്ണടച്ച് വാങ്ങിക്കാം. ബെൻസിൻ്റെ ഏറ്റവും ബെസ്റ്റ് EVകളിലൊന്നാണ്. ഇനി Q7 അല്ലേ? Q7 ക്വാത്രോ. ഇത് നല്ല മെയിൻറ്റൈൻഡ് വണ്ടിയാണല്ലോ. വെൽ മെയിൻറ്റൈൻഡ്. ഏത് മോഡലാണ് ഇത്? 2018, 16 or 18 ആണ്. 18 ആണോ? അതെ. വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതുകൊണ്ട് 50,000 ബിലോ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഇത് ഓടിക്കുക എന്ന് പറയുന്നത് വളരെ രസികനൊരു അനുഭവമാണ്. ഈ Q7 Q8 എന്നൊക്കെ പറയുന്നത് അല്ലേ? നമ്മുടെ ഒരു കാലത്ത് നമ്മുടെ എല്ലാ സിനിമക്കാരും, അതായത് അത്യാവശ്യം സൂപ്പർ താര പദവികൾ എല്ലാവരും ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത്. അതെ. അങ്ങനെ ഒരു വണ്ടി നിങ്ങൾ വാങ്ങിച്ചത് ഞാൻ അറിഞ്ഞു അല്ലേ? ബ്ലാക്ക്. യെസ്, അത് ഞാൻ അറിഞ്ഞിരുന്നു. വീണ്ടും X5 അല്ലേ? X5 ബ്ലാക്ക്. ഇതിന്റെ വില ഞാൻ ചോദിച്ചില്ല. ഇത് 64. ഓക്കെ. 64. ഇത് ബ്ലൂ ആണ്. ആക്ച്വലി കാർബൺ ബ്ലാക്ക് എന്നാണ് ഇതിന്റെ പേര് പറയുന്നത്. ബ്ലൂ കളറാണ് വരുന്നത്. M-Sport, ഡീസൽ M-Sport. ഇത് നല്ല ഷേപ്പ് ആട്ടോ. അതെ. എന്ത് രസം നോക്കി. ഇത് ഏത് മോഡലായിരിക്കും? ഇത് 2018 വണ്ടി. 18. ഇതിന്റെ ഇന്റീരിയർ കണ്ടല്ലോ, ഈ ടാൻ ബ്രൗൺ സീറ്റൊക്കെയാണ്. ഇതും ഈ പറഞ്ഞ നെക്സ്റ്റ് ജനറേഷൻ വന്നപ്പോൾ വേണമെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയി എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഇന്റീരിയർ എന്ന് പറയും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതങ്ങനെ ഔട്ട്ഡേറ്റഡ് ഒന്നുമല്ല. ഇപ്പോൾ ഏറ്റവും പുതിയ X5 നമ്മൾ കണ്ടപ്പോൾ കുറച്ച് ഡിഫറൻസ് ഒക്കെ വന്നെങ്കിലും ഇതും മോശമെന്ന് പറയാനില്ല. എന്ത് വിലയാണ്? എത്ര ഓടി? 50 എന്ന് പറഞ്ഞത് അല്ലേ ഓടിയത്? 65 അടുത്ത് ഓടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 56 ആണ്. 56. ഓക്കെ. ഒരു M-Sport ഡീസൽ എഞ്ചിൻ നോക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ഡീൽ. അതെ, ബെസ്റ്റ് ഡീലാണ്. അധികം ഓടിയിട്ടുമില്ല. അതുപോലെ തന്നെ നമ്മൾ എല്ലാ കസ്റ്റമർക്കും കൊടുക്കുന്ന ഒരു വേറൊരു ഫെസിലിറ്റിയാണ്, ഇവിടുന്ന് എടുക്കുന്ന ഈച്ച് ആൻഡ് എവറി കാസിന് നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ കസ്റ്റമേഴ്സിനും നമുക്കൊരു 6 month വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കസ്റ്റമർ നമ്മുടെ അടുത്തുള്ള ഒരു 95.5% വണ്ടികളും ഫുള്ളി കമ്പനി സർവീസ് ചെയ്തിട്ടുള്ള വണ്ടികളാണ്. അപ്പം അതിൻ്റെ കസ്റ്റമർക്ക് ഇനിയിപ്പോൾ എടുക്കുന്ന കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് കൺസേൺ ഇതാണ്. ഒരു ലക്ഷറി വണ്ടി പുതിയതെടുക്കാതെ പഴയതെടുക്കാൻ പോകുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താവും ഭാവിയിൽ എടുത്തു കഴിഞ്ഞാൽ പണിയാവും. കാരണം പ്രത്യേകിച്ച് എയർമാറ്റിക് സസ്പെൻഷൻ ഒക്കെ ഉള്ള വണ്ടീനെ സംബന്ധിച്ചിടത്തോളം പണി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ബഡ്ജറ്റ് ആവുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ
ഈ വാറണ്ടിയിൽ കസ്റ്റമർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അത് വാറണ്ടി ഒരു തേർഡ് പാർട്ടി വാറണ്ടി അല്ല, ഏതാണോ ബ്രാൻഡ് ആ ബ്രാൻഡിൽ പോയിട്ട് അവർക്ക് വർക്ക് എടുപ്പിക്കാം, ബില്ല് നമുക്ക് തരാം, നമ്മൾ ക്ലെയിം ചെയ്തു. ശരി. അപ്പോൾ നമ്മൾ ഈ വാങ്ങിച്ച് പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ കണ്ടാൽ ചിരിക്കാത്ത സ്വഭാവം ഇവിടെ ഇല്ല. ഇത് ഏറ്റവും പുതിയ GL. ഏറ്റവും പുതിയ GL എന്ന് വെച്ചാൽ നമ്മുടെ ഷേപ്പൊക്കെ മാറി ഇൻറ്റീരിയറിൽ പുതിയ സ്ക്രീനൊക്കെ വന്ന ഏറ്റവും പുതിയ GL-ആണ്. ഇത് പൊതുവേ എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെയാണ് ഞാനിത് ഇതിനു മുമ്പ് ഒരു സെക്കൻഡ് ഹാൻഡ് കണ്ടത്, പിന്നെ ഇപ്പോഴാണ് ഇത് കാണുന്നത്. ഇവിടെ വേറൊരു സ്ഥലത്ത് ഞാൻ GL പുതിയതിൻ്റെ സെക്കൻഡ് ഹാൻഡ് അങ്ങനെ കാണാറില്ല. ഏത് മോഡൽ? 2022 വെറും 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. ഡീസലാണ്? ഡീസലാണ്. ഫോമാറ്റിക് അല്ല. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ തികച്ചും വ്യത്യസ്തമാണ്. കാരണം ഞാൻ ഈ GL ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളായതുകൊണ്ട് എനിക്കിത് കാണുമ്പോൾ കൊതി വരുന്നുണ്ട്. കാരണം മറ്റേ പഴയ GL ഇവിടെ ഒരു ഒരൊറ്റ സ്ക്രീൻ മാത്രമായിരുന്നെങ്കിൽ ഇതിപ്പോൾ വലിയ 12.5 ഇഞ്ചിൻ്റെ മറ്റാണെന്ന് തോന്നുന്നു. 2 സ്ക്രീനുണ്ട്. ഇൻറ്റീരിയറൊക്കെ പാടെ മാറിയിട്ടുണ്ട്, ഏറ്റവും പുതുതായിട്ടുണ്ട്. ഇത് ഇവിടെ ആണെങ്കിൽ ബ്ലാക്ക്, ഈ ടോപ്പൊക്കെ ബ്ലാക്ക് ആക്കിയിരിക്കുന്ന രസകരമായിട്ടുണ്ട് കേട്ടോ. അതുപോലെ ബീജ് തന്നെയാണ് സീറ്റ്. ഇത് എന്ത് വിലയ്ക്ക് കൊടുക്കും? അതിൽ ഇത് നമുക്ക് 55 കൊടുക്കാം. 55. ഇതിൻ്റെ പുതിയതിനൊക്കെ എന്ത് വിലയാണ് കയറ്റിയല്ലേ? അങ്ങ് പോയി വില 62 റേഞ്ച് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ GL ആദ്യകാലത്ത് എന്ത് വില കുറഞ്ഞ വണ്ടിയായിരുന്നു എന്ന് ആലോചിക്കുക. ഇപ്പം പക്ഷേ പുതിയ ഫീച്ചേഴ്സ് വന്നു, പുതിയ സോഫ്റ്റ്വെയറുകളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും വില അങ്ങ് കൂടി. നമ്മുടെ ഈ പ്രൈസും നെഗോഷ്യബിൾ ആണ്. കസ്റ്റമർക്ക് കമ്പാരിസൺ ചെയ്യുമ്പോൾ കൺസേൺ ആക്കി വെക്കണ്ട, വരിക. അതെ, തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് സംസാരിച്ച് അത് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ, നെഗോഷ്യബിൾ ആയിട്ട് തന്നെ ആയിരിക്കണമല്ലോ. 2 X5. ഇത് നമ്മളങ്ങനെ വളരെ വിശദമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഇന്നൊന്നും പറഞ്ഞു തരില്ല, പെട്ടെന്ന് പറഞ്ഞു അല്ലേ? രണ്ടും 2018 വണ്ടി, M Sport നോർമൽ വണ്ടി. രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഡീസൽ എഞ്ചിനിൽ ലോ കിലോമീറ്റർ വണ്ടിയാണ്. ശരി. ഒരു 60-ൽ താഴെ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അത്ര എൻ്റെ അഭിപ്രായത്തിൽ M Sport തന്നെ വാങ്ങിക്കാം. M Sport വളരെ സ്പോർട്ടിയാണ് അല്ലേ? ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെ M Sport എത്ര രസമാണ്, ഒരു വ്യത്യസ്തമായൊരു സംഭവം എന്നുള്ളത് മനസ്സിലാവും. പലരും സ്പോർട്ടിലേക്ക് വരുമ്പോൾ പിന്നെ സോഫ്റ്റ് ക്ലോസിങ്ങും ഡോർ ഇങ്ങനെ അടുത്ത് പിടിച്ചാൽ അതേ അടഞ്ഞോളും. അതുപോലെ തന്നെ പലരും ഈ നോർമൽ വണ്ടിയെടുത്ത് M Sportലേക്ക് കിറ്റ് എടുത്ത് മാറ്റാറുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, സംഭവം M Sport ആയിട്ട് തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞല്ലോ, സത്യം പറഞ്ഞാൽ നമ്മൾ ഈ SUV കണ്ട് ഈ പാവങ്ങളെയൊന്നും ആരും മൈൻഡ് ചെയ്തില്ല. ഇപ്പോൾ ഈ കണ്ട സെഡാനുകളല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വണ്ടി. എല്ലാവരും SUV അല്ല, നമ്മുടെ ഇപ്പോൾ ട്രെൻഡ് ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ട്രെൻഡ് ഇപ്പം മാറിക്കൊണ്ട് നമ്മുടെ മലബാർ ഏരിയയിലായാലും കേരളത്തിലായാലും മൊത്തത്തിൽ ഇപ്പോൾ SUV-യിലേക്കാണ് മാറുന്നത്. ഇനി മേ ബി റോഡ് പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെഡാനിലേക്ക് ആവുന്നതാണ്. കേരളത്തിലെ റോഡുകളുടെ പ്രശ്നം കൊണ്ട് എല്ലാവരും SUV നിൽക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഒരു എന്താ പറയേണ്ടത്, ഒരു യാത്രാ സുഖം എന്ന് പറയുന്നത് എപ്പോഴും പിൻഭാഗത്ത് സെഡാൻ്റെ ഇരിക്കുക എന്നുള്ളതാണ്. കാരണം റോഡ് ഗ്രിപ്പ് കൂടുതലുണ്ട്, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായതുകൊണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഗുണം. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായതിൻ്റെ പ്രശ്നങ്ങൾ വേറെ ഉണ്ടെങ്കിൽ പോലും അതാണ്. ഇതിപ്പോൾ 2018 മോഡൽ E-Class ആണ്. E350. ഈ ലോങ് വീൽ ബേസ് ലോങ് വീൽ ബേസ് ആണ്. ഞാനിത് പെട്ടെന്ന് S-Class ആണെന്ന് പോലും സംശയിച്ചതിൻ്റെ നീളം കണ്ടു കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് ഗ്രില്ലും S-Classൻ്റെ അതാണ് അങ്ങനെയൊക്കെ തോന്നാൻ കാര്യം. പറ്റിക്കുകയാണല്ലേ? ഇത് കേരള വണ്ടിയാണ് അല്ലേ? കേരള. ഇത് കണ്ടു കഴിഞ്ഞാൽ S-Class ആയിട്ട് തന്നെ കൊണ്ടുനടക്കാം കേട്ടോ, ഈ ആണെന്ന് തോന്നുകയില്ല. അല്ലേ, എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് ലോ കിലോമീറ്റർ വണ്ടിയാണ്, 40,000 അടുത്ത്. അത്രേ ഉള്ളൂ. ശരി. എല്ലാം വെൽ മെയിൻറ്റൈൻഡ് എന്ന് വെച്ചാണല്ലോ. നമ്മളെപ്പോഴും വാഹനത്തിൻ്റെ സീറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെ ഉപയോഗിച്ചാണെന്നുള്ളത്. ഒറ്റ നടത്തി മനസ്സിലാക്കാൻ പറ്റും. സീറ്റ് കണ്ടോ വളരെ ഫ്രഷ് ആണെന്നുള്ളത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് അതുപോലെ സൂക്ഷിച്ച് ഉപയോഗിച്ചൊരു വാഹനമാണെന്നുള്ള കാര്യം. ഒരു പഴയ വണ്ടിയുടെ ലുക്കേ അല്ല കേട്ടോ, അടിപൊളി, നല്ല രസമായിട്ട് ബാക്കിലിരുന്ന് ചാരിക്കിടന്ന്. അതെ, S-Classനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ S-Classന്റെ സെയിം ലോങ് വീൽ ബേസ് തന്നെ ഇത് വരുന്നത്. പിന്നെ S-Classന്റെ ആ പാക്കേജ് മസാജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇപ്പോഴും റീസെയിൽ വാല്യൂ S-Classന് മുമ്പ് നിൽക്കുന്നത് E-Class തന്നെ. S-Classന് കുറച്ച് വില ഇപ്പോഴും കുറച്ച് കിട്ടും, ഇതങ്ങനെ കിട്ടില്ല. ഇത് എന്ത് വിലയ്ക്ക് വരും? ഇത് നമുക്കൊരു 59,000 കൊടുക്കാം. അപ്പോൾ ഒരു അരയൊക്കെ ഉണ്ട് കേട്ടോ, അത് പുതിയ പരിപാടി കേട്ടോ. അര ഇതുവരെ കേട്ടിട്ടില്ലായിരുന്നു. ഓക്കെ, ഇത് വീണ്ടും ഇതും സെയിം E350 തന്നെയാണ്. 2017-18 ആണ്. 17-18 വെഹിക്കിൾ ആണ്. എന്ത് ഓടിയിട്ടുണ്ടാവും? ഇതും ലോ കിലോ. ഇത് 20,000 കിലോമീറ്റർ. 20,000 ലോ കിലോമീറ്റർ തന്നെ അറിയാം. ബ്ലാക്ക് ഇന്റീരിയർ ആണ് വരുന്നത്. ഇത് നമ്മുടെ പഴയ GL അല്ലേ? പഴയ ചെറിയ സ്ക്രീനൊക്കെ ആയിട്ട് പാവപ്പെട്ടവൻ. എന്താണ് വില? ഇത് 2017 വണ്ടി. നമുക്കൊരു 30 lakhs-നൊക്കെ നമുക്ക് കൊടുക്കാം. 17 നല്ല വണ്ടിയാണ്. അതും സിംഗിൾ ഓണർഷിപ്പ്, കാലിക്കറ്റ് രജിസ്ട്രേഷൻ, നീറ്റ്ലി യൂസ്ഡ്, ലോ കിലോമീറ്റർ വണ്ടി. GL-യുടെ കാര്യത്തിൽ വെച്ചാൽ ഈ പറഞ്ഞ ഞാൻ കുറേ കാലം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മോദിജി പറയുന്ന പോലെ
മേരെ വാദ ഹേ എന്ന് പറഞ്ഞ പോലെ മേരെ ഗ്യാരണ്ടി ഹേ എന്ന് പറഞ്ഞ പോലെ തന്നെ കേട്ടോ. ഉഗ്രം വണ്ടിയാണ്. ഉഗ്രം വണ്ടി ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഒന്നും അല്ല ഈ വണ്ടിയുടെ കാര്യത്തിൽ. നമുക്ക് റിലയബിൾ ആണ്, എക്കണോമിക്കലായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാം. 2 വർഷം ഞാൻ ഉപയോഗിച്ചു, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ജിംനി എടുത്തപ്പോൾ ഞാൻ അങ്ങ് വിറ്റെന്നേ ഉള്ളൂ. മൈലേജ് അതാണ് മറ്റൊരു കാര്യം. 23-24 ലോങ്ങിൽ എനിക്കിത് കിട്ടിയിട്ടുണ്ട്. ആ രീതിയിൽ നല്ല വണ്ടിയാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അകത്ത് സ്ക്രീനൊക്കെ ഒന്ന് ചെറുതാണെന്നൊരു ബുദ്ധിമുട്ട് തോന്നിയേക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഇത് റെഡാണ്, ബ്ലാക്ക് ഇൻറ്റീരിയറാണ്. ഞാൻ സത്യം എൻ്റെ വണ്ടി വാങ്ങിക്കുമ്പോൾ ഇത് സ്പോട്ട് എന്ന് പറയുന്ന വേരിയൻറ്റിലാണ് ഈ ബ്ലാക്ക് വന്നത്. ഞാൻ കുറേ തപ്പി കിടന്നു, കിട്ടിയില്ല. പക്ഷേ എൻ്റെ കൂടെ തന്നെ തപ്പിയ നമ്മുടെ 7th ഡേ എന്നൊക്കെ പറയുന്ന സിനിമയുടെയൊക്കെ ഡയറക്ടർ ശ്യാംദർ തപ്പി എടുത്തു ബ്ലാക്ക്. അന്ന് എനിക്ക് ശ്യാമിനോട് ദേഷ്യമൊക്കെ വന്നായിരുന്നു. ഇത് വീണ്ടും ബ്ലാക്കാണ് നമ്മളിവിടെ കാണുന്നത്. നല്ല രസമായിട്ടുണ്ട് ബ്ലാക്ക് ഇൻറ്റീരിയർ. റെഡ് എക്സ്റ്റീരിയറും ബ്ലാക്ക് ഇൻറ്റീരിയറും തീർച്ചയായിട്ടും നല്ലൊരു കോമ്പിനേഷനാണ്. വീണ്ടും ഇത് ഈ ക്ലാസ് ഉണ്ട്, ഈ 220. ഈ 220 ആണ് അല്ലേ? അത് രണ്ടും എയർമാറ്റിക് വരുന്നുണ്ട്, ഇത് നോർമൽ സ്പെക്കിൽ വരുന്നുണ്ട്. കുറച്ചും കൂടെ മൈലേജ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ശരിയാണ്. ഇത് ഏത് മോഡലായിരിക്കും? ഇതും 2017 ലോങ് വീൽ ബേസ് ആണ്. ഇത് നല്ല വെൽ മെയിൻറ്റൈൻഡ് വെഹിക്കിളാണ്. അതിൻ്റെ അകത്ത് പ്രൈസിൽ നമുക്ക് കുറച്ച് കൊടുക്കാം. ആണല്ലേ? അതെ. എന്നാലും എന്തായിരിക്കും? ഇത് നമുക്കൊരു 39 കൊടുക്കാം. ആണല്ലേ? പ്രവീണ, ഇതുവരെ കേട്ടതിൽ നമുക്ക് പറ്റുമോ എന്ന് വേണമെങ്കിൽ നോക്കാവുന്ന ഒരു വണ്ടിയായിട്ട് തോന്നിയ ഇതാണ് നമ്മുടെ അടുത്തുള്ള ഓരോരോ വണ്ടിക്കും ഓരോരോ പ്രത്യേകത. അത് തന്നെയല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ആർക്കും വാങ്ങിക്കാവുന്ന റേഞ്ചിലുള്ള വണ്ടികളാണെന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ പ്രീമിയം വണ്ടികളുടെ ഷോറൂമാണ്, അതുകൊണ്ട് നോക്കണ്ട എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം 39 lakhs എന്ന് പറയുന്നത് നിങ്ങളൊരു ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 22 lakhs കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു എന്താ പറയേണ്ടത് കിയ സെൽറ്റോസിൻ്റെ ടോപ്പ് എൻഡ് വാങ്ങിക്കുന്നു. കുറച്ചുകൂടെ സ്ട്രെച്ച് ചെയ്ത് ബെൻസാണ്, ഈ ക്ലാസ് ആണെന്നുള്ള സംഭവം അത് വാങ്ങിക്കണമെങ്കിൽ ആഗ്രഹമുള്ളവർ ബെൻസിലേക്ക് എത്തണമെങ്കിൽ നോക്കാവുന്ന വണ്ടിയാണ്. വോൾവോ ഇവിടെ കഴിഞ്ഞ തവണ കുറേ ഉണ്ടായിരുന്നു. ഇത്തവണ ഒരുപാട് വണ്ടി ഉണ്ടായിരുന്നു. S90 ഉണ്ടായിരുന്നു, XC90 തന്നെ 4 വണ്ടി ഉണ്ടായിരുന്നു. റീസെന്റ് കൊടുത്തിട്ടുള്ള വണ്ടികളാണ്. ഇതും നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ഇതും കച്ചവടമായ വണ്ടിയാണ്. അത് ശരി, കച്ചവടമാണ് ഏറ്റവും പിന്നിലിട്ട് ആരും കാണാതെ അല്ലേ? ഇതൊരു ഇന്ന് ഈവനിങ് അല്ലെങ്കിൽ നാളെ മോർണിംഗ് ആയിട്ട് ഡെലിവറി കൊണ്ടുപോകും. XC90 ആണ് അല്ലേ? പിന്നെ കൂടുതൽ ചോദിച്ചിട്ട് കാര്യമില്ല. വെറുതെ ഈ പറഞ്ഞ ഒരു പെണ്ണിനെ കണ്ടിട്ട് കൊള്ളാലോ എന്നൊക്കെ പറയുമ്പോൾ കല്യാണം തീരുമാനിച്ചാണെന്ന് പറഞ്ഞ് പിന്നെ വെറുതെ നോക്കി നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മളത് ഉപേക്ഷിക്കുകയാണ്. എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ 2 ഫ്ലോറുകളാണ് കണ്ടത്. പക്ഷേ ഇതുകൊണ്ടൊന്നും ആയില്ല, ഇനിയുണ്ട്. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്, അവിടെ ഇനി കുറേ വണ്ടികളുണ്ട്. അവിടെ പൊതുവെ കഴിഞ്ഞ തവണയൊക്കെ വന്നപ്പോൾ ഞാൻ കണ്ടത് കുറച്ച് വില കുറഞ്ഞ വണ്ടികളാണ്. ഇതാണ് അങ്ങനെ തന്നെയാണോ? അവിടെ കുറച്ച് വില കുറഞ്ഞിട്ടുള്ള വണ്ടികൾ തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. എന്നാൽ പിന്നെ അതുകൂടി കാണാം. ഓക്കെ. ഇപ്പോൾ ഏറ്റവും താഴത്തെ ഫ്ലോർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ പാവപ്പെട്ടവന്മാരാണ്, ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. ഇതൊന്നും അല്ല കേട്ടോ, ഇതെല്ലാം ഗംഭീര മോഡലുകളൊക്കെ തന്നെയാണ്. എല്ലായിടം നിറഞ്ഞ് വന്നപ്പോൾ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. നമുക്ക് പടപടയെന്ന് കാണാം അല്ലേ? Q3 2017 മോഡൽ കോട്രോ ടെക്നോളജി പാക്ക് ഫുൾ ലോഡഡ് വണ്ടിയാണ്. നമുക്കൊരു 24 കൊടുക്കാം. 24,000 രൂപയ്ക്ക് നല്ല ഗംഭീര റെഡ് സാധനം കോത്രോയാണ്. ഗംഭീര സംഭവം. ഇവിടെ ഒരു ഓടികളുടെ ഒരു 2 ഓടികളുണ്ട്. A4 A6 ഏത് മോഡലായിരിക്കും? A6 2017-18 വെഹിക്കിളാണ്. ഏറ്റവും ടോപ്പ് സ്പെക്ക് വണ്ടി തന്നെയാണ്. നമുക്കൊരു 37 ഒക്കെ കൊടുക്കാം. കേരള വണ്ടി. A6 എന്ന് പറയുന്നത് നല്ല ഇന്റീരിയർ സ്പേസ്, ഉഗ്രൻ. അതായത് നമ്മുടെ ഒരു 5 സീരീസിനോടൊപ്പം നിൽക്കുന്ന ഓടിയുടെ വണ്ടി എന്നാണ് പറയേണ്ടത്. ഇത് A4 2017 ടെക്നോളജി പാക്കിൽ തന്നെ ഫുള്ളി ലോഡഡ് വെഹിക്കിളാണ്. ഇതും നമുക്ക് ഏകദേശം ആ റേഞ്ച് 30 lakhs നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് ഈ പറഞ്ഞ പോലെ പലരുടെ ഒരു ആഗ്രഹമാണ് കേട്ടോ. XF എന്ന് പറയുന്നത് ജാഗ്വറിൻ്റെ XF ഒരു വെറൈറ്റി വണ്ടിയാണ് അല്ലേ? മൊത്തത്തിലുള്ള രീതികളൊക്കെ ഒരു ഡിഫറെൻ്റ് ആണ്. പക്ഷേ റീസെയിൽ വില ഇത്തിരി കുറവാണ്. നമുക്ക് ഇവിടെ കുറച്ച് കുറവാണ്. ശരിക്കും എന്ത് വിലയൊക്കെ ഉണ്ടാവും? ഇത് നമുക്കൊരു 40 lakhs ആ റേഞ്ചിൽ. ഏത് മോഡലാണ്? 2018-19 മോഡൽ. ഓക്കെ. ഇത് നല്ല ഇത് മെയിൻറ്റൈൻഡ് ആണ്, നല്ല വണ്ടിയാണ്. ഇവിടെ നമുക്കൊരു വെറൈറ്റി വണ്ടിയാണല്ലോ കിടക്കുന്നത്. ഭയങ്കര റയർ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഒരു കളക്ടബിൾ കാറിന്റെ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് വെക്കാൻ പറ്റുന്നത്. പ്രവീണ എവിടെ നോക്കിയേ? ഇത് 2 ഡോറാണ് കണ്ടോ? 2 ഡോറാണ്. സ്പെക്കുകളൊക്കെ ഒന്ന് പറയാമോ? 650i ആണ് വരുന്നത്. 4.8 V8 വരുന്ന വണ്ടി. കൺവേർട്ടബിൾ അല്ലല്ലോ? അല്ല, കൺവേർട്ടബിൾ 6 സീരീസിൽ വരുന്നത് ഏതായിരുന്നു? ഞാനൊന്ന് കുറച്ച് തപ്പി നടന്നതാണ്, പക്ഷെ അന്ന് എനിക്ക് കിട്ടിയില്ല. ഇത് 2 ഡോർ ആണ്, പക്ഷേ 4 സീറ്റർ ആണ്. അതെ. ഏത് മോഡലാണ് ഇത്? ഇത് ഓൾഡ് മോഡലാണ്, 2009 മോഡൽ വണ്ടിയാണ്. 2009 പക്ഷെ അവനെ കണ്ടു കഴിഞ്ഞാൽ തോന്നൂല കേട്ടോ. 7.9 ആണ്. ഓ ശരി. ഇത് എന്ത് വിലക്ക് തരും? ഇത് നമുക്ക് ചെറിയ വിലക്ക് കൊടുക്കാം. നോർമൽ ഒരു വണ്ടി നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെറിയ വില 5000 രൂപ നമുക്കൊരു 23 കൊടുക്കാം. 23. ഓക്കെ. ഇത് ഒരു ഈ പറഞ്ഞവരാണ് നിങ്ങളെ സമൂഹത്തിൽ വേറിട്ട് നിർത്തുന്നുള്ള ഒരു സംശയമില്ല. ഈ സാധനം കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡ്രൈവ് ചെയ്യാനാണെങ്കിലും അബ്ബാര പെർഫോമൻസ് ആണ്. ഏത് മോഡലാന്ന് പറഞ്ഞാൽ? 2007-09. എന്ത് ഓടിയിട്ടുണ്ടാവും?
ലോ കിലോമീറ്റർ 20,000 ബിലോ ഓടിയിട്ടുള്ളൂ ആണോ? ഓ അത് ശരി, അതുകൊള്ളാം. സിംഗിൾ ഓണർഷിപ്പിൽ KL7 തന്നെ ഉള്ള വണ്ടി. ഞാൻ വീട്ടിൽ അമ്മയോട് ചോദിക്കട്ടെ പൈസ തരാമെന്ന്, അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിക്കുന്നതായിരിക്കും. ഇത് രണ്ടും 3 സീരീസ് ആണ്. സീരീസ് ഓക്കെ. ആ M സ്പോർട്ടും വരുന്നുണ്ട്, നോർമൽ 3 സീരീസും വരുന്നുണ്ട്. 3 സീരീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ ഓടിക്കാൻ ഭയങ്കര രസമുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള മോഡലാണ്. ഇത് M സ്പോർട്ട് അതിൻ്റെ കാഴ്ച തന്നെ ഉണ്ട് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. M സ്പോർട്ട് നമ്മളെ കൊതിപ്പിക്കുന്ന സംഭവമാണ്. രണ്ടിൻ്റെയും വിലയൊക്കെ എന്ന് പറയാമോ? നമുക്കിത് 28.5-നും 23-ക്കും കൊടുക്കാം. ആ ഓക്കെ ഓക്കെ. ഇത് ഔട്ട്സൈഡ് സ്റ്റേറ്റ് ആണ്, അതുകൊണ്ടാണ് ആ ഒരു കുറച്ച് പ്രൈസ് കുറഞ്ഞത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടെ പെട്ടെന്ന് കാണാനുള്ളത്. ഇനി നമുക്ക് വെളിയിൽ കിടക്കുന്ന 1-2 വണ്ടികളൂടെ കണ്ടിട്ട് എനിക്കൊരു വണ്ടി തന്നുവിടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അത് മൂടിയിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വല്ല സർപ്രൈസ് ആയിട്ട് അതെ അതെ. പക്ഷേ ഞാൻ ടാറ്റ നാനോ പഴയ നാനോ വല്ലതും ആണോ നോക്കി, പക്ഷേ അങ്ങനെയല്ല, വലിപ്പമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുറത്തുള്ള 1-2 വണ്ടികളെ കണ്ടിട്ട് നമുക്ക് എനിക്ക് തരുന്ന വണ്ടി ഏതാണെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ കണ്ടത്, അടുക്കള ഭാഗം, ഉമ്മറം എല്ലാം കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്ന മുറ്റത്ത് കിടക്കുന്ന വണ്ടികളാണ്. മുറ്റത്ത് കിടക്കുന്ന വണ്ടികൾ ഞാൻ പറഞ്ഞില്ല, മോശക്കാരായിട്ടല്ല. മോശക്കാരെ ഒരിക്കലും മുറ്റത്തിടില്ലല്ലോ അല്ലേ. പക്ഷേ ഇത് അകമൊക്കെ നിറഞ്ഞ് കവിഞ്ഞിട്ടാണ് ഈ വെളിയിൽ കിടക്കുന്നത്. പക്ഷേ ഏറ്റവും അധികം നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ വാഹനങ്ങളാണ്. ഒരു 5 സീരീസ് അല്ലേ? ഏത് മോഡലാണ്? 2021 മോഡൽ. 21. ഓക്കെ. ആ VVIP നമ്പറുള്ള വണ്ടിയാണ്. ആ ശരി, ഒന്നാണ്, നമ്പർ 1 ആണ്. കാശ് കൊടുത്ത് വാങ്ങിച്ച നമ്പറാണ് അല്ലേ? എന്ത് ഓടി നമുക്ക് ലോ കിലോമീറ്റർ, ബിലോ 20,000 കിലോമീറ്റർ. എന്ത് വിലക്ക് തരും? നമുക്കൊരു 52 കൊടുക്കാം. 52. അപ്പോൾ പുറത്ത് തന്നെ കിടക്കുന്ന മറ്റൊരു യുവാവാണിത്. ഇത് ഈ ക്ലാസ്. ഇത് നമ്മുടെ അടുത്ത് ഇതേപോലെ തന്നെ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ലക്ഷറി വണ്ടിയിലേക്ക് നോക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം, ലോ ബഡ്ജറ്റിൽ ഒരു മാരുതി വെഹിക്കിൾ, ഹ്യുണ്ടായി വെഹിക്കിൾ വാങ്ങുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി ഈ ക്ലാസ് ആണ്. അതെ, സി ക്ലാസ് 2011 മോഡലാണ്. നമുക്കൊരു 11 lakhs-നൊക്കെ നമുക്ക് കൊടുക്കാം. ആണല്ലേ? അത് ശരി. ജിംനി വാങ്ങിക്കണ്ടായിരുന്നു തോന്നുന്നല്ലോ. അപ്പോൾ ഇത് കേരള രജിസ്ട്രേഷനുമാണ്. കേരള വണ്ടി, നല്ല നമ്പരും. 1001, 11 ലക്ഷം രൂപയ്ക്ക് തരും. പെട്രോളോ ഡീസലോ? ഡീസൽ. ആ ശരി. എന്ത് ഓടിയിട്ടുണ്ടാവും? ഇത് ഓട്ടം വന്നിട്ട് 98, 1 lakhs ആയിട്ടില്ല. ആയിട്ടില്ല. നല്ലൊരു ബൈയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ഹ്യുണ്ടായി വാങ്ങിക്കുന്നയാൾക്ക് വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞാൽ പോലും മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ തീർച്ചയായിട്ടും കണ്ടോളൂ. എങ്കിൽ പോലും ഒരു ബെൻസ് എന്ന് പറയുന്ന സ്വപ്നം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഈ മോഡൽ വെച്ച് പരിഹരിക്കാവുന്നുള്ളൊരു സംശയമില്ല. അപ്പോൾ ഇനി ഇപ്പോൾ ഇതിലേക്ക് പോകാം അല്ലേ? നമുക്ക് കൺട്രിമാൻ വളരെ പ്രാക്ടിക്കൽ വാഹനമാണ് അല്ലേ? ശരിക്കും നമ്മൾ മിനിയുടെ പല വാഹനങ്ങൾ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ 2 ഡോറൊക്കെയാണ്. ഇത് അങ്ങനെയല്ല, വിശാലമായിട്ട് 5 പേർക്ക് ഇരിക്കാം. അതുപോലെ നല്ല ഇൻറ്റീരിയർ സ്പേസ് ഉണ്ട്, ഹൈറ്റ് ഉണ്ട് അല്ലേ? ഏത് മോഡലായിരിക്കും ഇത്? 2018-19 വണ്ടിയാണ്. നമുക്കൊരു 41 ഒക്കെ നമുക്ക് കൊടുക്കാം. 41 കൊടുക്കാം. ഡീസലാണ്? പെട്രോളാണ്. എസ് ആണ്. അധികം ഓടിയിട്ടുണ്ടാവില്ല. ഇല്ല, ഓട്ടം കുറവാണ്. ബിലോ 40,000. ഇത് ശരിക്കും പറഞ്ഞാൽ അധികം കാണാനില്ലാത്ത വണ്ടിയാണ്. എനിക്കൊന്ന് മഞ്ജു വാര്യരാണ് ഈ വണ്ടി എടുത്തിട്ട് അല്ലേ ഹിറ്റാക്കിയത്. കാരണം മിനിയുടെ ഇലക്ട്രിക് എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വളരെ കൂടുതൽ റേഞ്ച് ഒന്നും അല്ല ഇതിൻ്റെ. സിറ്റി പർപ്പസിന് യൂസ് ചെയ്യാനും ലേഡീസിനൊക്കെ പ്രത്യേകിച്ചും. ഇത് കുറച്ച് ഒന്ന് 2021 വണ്ടി, 2022 വണ്ടി. ഇത് 2022 ആണല്ലേ? ഓക്കെ ഓക്കെ. ഇത് 2023 ആണ്. ഓ ശരി, 2 വണ്ടി ഉണ്ട്. ഇതിൻ്റെ മിനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ക്യൂട്ടാണ്. നമുക്ക് മടി വെച്ച് ലാളിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു ക്യൂട്ട്നെസ് ഇതിനുണ്ട്. നല്ല രസമാണ്. ഇതിൻ്റെ സൈഡിലെ ഈ ഗ്ലാസ് ഒക്കെ നമ്മൾ 2 ഡോർ ഡിഫൻഡർ കണ്ട പോലെ കേട്ടോ. ഗ്ലാസ് ഏരിയ കണ്ടോ? ഒരൊറ്റ പോക്കാണ് ഇവിടെ വരെ. ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം വരുന്ന ഒരു കൂപ്പറിനെ സംബന്ധിച്ചിടത്തോളം കൂപ്പർ EVയിൽ ഈ ഒരു ക്ലസ്റ്റർ കാര്യങ്ങൾ അവർ ഒഴിവാക്കുക. സെൻറ്ററിൽ വരുന്നത് ഇപ്പം നോർമൽ ഒരു ക്ലസ്റ്ററിൽ തന്നെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അത് ശരിക്കും മിനിയുടെ ആ ഒരു ഇത് പോയി. പോയി. ഇതിനകത്ത് കുറേ പട്ടസാധനങ്ങളും ഒക്കെ ഉള്ളതാണ് ഇതിൻ്റെ രസം. അതിന് ഈ കണ്ണ് പോലെ തന്നെയാണ് അകത്ത്. ഈവൻ സ്ക്രീൻ പോലെ ഈ കണ്ണ് പോലെ ഇരിക്കുന്നതാണ്. എന്ത് വിലയ്ക്ക് തരും? നമുക്ക് രണ്ടും ചെറിയ റേറ്റിലാണ് വരുന്നത്. അത് 47 ബഡ്ജറ്റിൽ നമുക്ക് കൊടുക്കാം. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 53 ബഡ്ജറ്റിൽ. രണ്ടും ലോ ആയിരിക്കും തീർച്ചയായിട്ടും. ലോ കിലോമീറ്റർ, അത് 9,000 കിലോമീറ്റർ തന്നെ. അതേ ഉള്ളൂ അല്ലേ? അത്രേ ഓടിയിട്ടുള്ളൂ. അത് അധികം സ്ത്രീകൾ സിറ്റിയിൽ ഓടിക്കുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഒരു ML ആണല്ലോ? ML അല്ല, ഇത് GLE തന്നെയാണ്. GLE 2015 മോഡൽ. ഇതും യെസ്റ്റർഡേ ബുക്കിംഗ് ആയി. കൂടുതൽ പറയണ്ടല്ലോ. അത് ലോ റേഞ്ചിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അറൗണ്ട് 30 ആ റേഞ്ചിലാണ് നമ്മൾ ബുക്കിംഗ് ആയിട്ടുള്ളത്. എങ്കിൽ പോലും കല്യാണം തീരുമാനിച്ച സ്ഥിതിക്ക് നമ്മൾ ഇനിയിപ്പം വെറുതെ മോഹിച്ചിട്ട് കാര്യമില്ല. ഇത് ഈ പറഞ്ഞ പോലെ ഏറ്റവും പുതിയ റേഞ്ച് റോവർ സ്പോട്ടോ അങ്ങനെയുള്ള വാഹനങ്ങൾ കാണുന്നതിലും രസമാണ്. ഇത്തിരി പഴയ സാധനം അല്ലേ? ഇതെന്താ വെച്ചാൽ അന്നേരം ഇറങ്ങിയതിൽ ഈ സെലിബ്രിറ്റീസ് മൊത്തം എടുത്തിട്ട് ബ്ലാക്ക് കിട്ടാതെ ബ്ലാക്കിലേക്ക് കളർ ചേഞ്ച് ചെയ്തിട്ടുള്ള. പക്ഷെ ഇത് പക്ക സ്റ്റോക്ക് ബ്ലാക്ക് കളറിൽ തന്നെ 2013 മോഡൽ. 11 വർഷമായിട്ടുള്ളൂ അല്ലേ? എന്ത് ഓടിക്കാണും? ഇതിപ്പോൾ കറൻലി 88 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. എന്ത് വിലയ്ക്ക് തരും? നമുക്കൊരു 41 കൊടുക്കാം. 41. ഓക്കെ പ്രവീണ,
ജിംനി ഇവിടെ ഇട്ടിട്ട് നമ്മൾ ബാക്കി പൈസ കൊടുത്ത് കൊണ്ടുപോകണേ. ഇവിടെ ഒരു ജിംനിയൊക്കെ ഇവിടെ ജിംനി താഴെ ഉണ്ട്, നമ്മൾ കാണിക്കാത്തതേ ഉള്ളൂ. ഒരുപാട് വണ്ടികൾ താഴെ ഉണ്ട്. RF ഒരുപാട് വണ്ടികളുണ്ട്. എല്ലാം നമുക്ക് 100+ സ്റ്റോക്ക് തന്നെ ഇപ്പൊ കറന്റ് ഉണ്ട്. അപ്പൊ ജിംനി നിങ്ങൾ ഇതെടുത്താണ്, എക്സ്ചേഞ്ച് എടുത്താണ്? എക്സ്ചേഞ്ച് നമുക്കൊരു CLലേക്ക് എക്സ്ചേഞ്ച് ആയിട്ട് ജിംനി എടുത്താൽ ജിംനിയും ബുക്കിംഗ് ആയി വിത്തിൻ 2 days ഡെലിവറി ആണല്ലേ? കാരണം ജിംനിയെ കൊടുത്തിട്ട് CLലേക്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടല്ലോ ജിംനിയുടെ ഒരു വില നിങ്ങൾ മനസ്സിലാക്കണം. തീരെ വില കുറഞ്ഞ വാഹനമായിട്ട് നിങ്ങൾ കരുതരുത് എന്നാണ് ഒരു ജിംനി ഉടമ എന്നുള്ളതിലേക്ക് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി എനിക്ക് ആ വണ്ടി ഫ്രീ തരാമെന്ന് പറഞ്ഞ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ പോവാണ്. ഓക്കെ, തീർച്ചയായിട്ടും. എന്നാൽ ഞാൻ അകത്തേക്ക് പോകാം. എന്തോ തട്ടിപ്പാട്ടോ, അല്ലാതെ തരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് എനിക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്ന മോഡൽ. അതെന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും ഇവരെ കൂടെ ഒന്ന് പരിചയപ്പെട്ടു പോകാൻ രണ്ടുപേരെയും. Welcome sir, namaskaram. Welcome to Motor Wagon. അതെ, അപ്പോൾ സ്വയം തന്നെ പരിചയപ്പെടുത്തിക്കോ. I'm Akbar, I'm GM here and most welcome to Motor Wagon. Our entire team ഇവിടെ ഉണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ട്. With our sales head, Anish. നമസ്കാരം. നമസ്കാരം. അനീഷിനെ ഞാൻ ഇതുവരെ കണ്ടില്ല. കഴിഞ്ഞ തവണ വന്നപ്പോൾ അനീഷ് ഉണ്ടായിരുന്നില്ല അല്ലേ? ആക്ച്വലി ഈ വർഷമാണ് ഇവിടെ ജോയിൻ ചെയ്തത്. യെസ്. മുൻപേ ഞാൻ മെർസിഡസ് ബെൻസിലും BMW ഉണ്ടായിരുന്നു. സ്റ്റിൽ രാജശ്രീ മോട്ടോഴ്സ് മുതൽ മെർസിഡസിൽ പരിചയമുണ്ട്. അപ്പോൾ ലക്ഷറി ഈസ് മൈ പാഷൻ, ദാറ്റ്സ് വൈ ഐ എം ഹിയർ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ, പിന്നെ എല്ലാ വെഹിക്കിളുമായിട്ട് പരിചയമാവുമല്ലോ. ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഫിക്സറായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മുഴുവൻ നടന്ന് കണ്ടു. ഈ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അമ്പരപ്പിക്കുന്ന കളക്ഷനാണ്. എപ്പോഴും ഇവിടെ അങ്ങനെയാണല്ലോ, ഡെഫിനറ്റ്ലി മാറ്റവുമില്ല. അതുപോലെ ട്രെൻഡുകളൊക്കെ ഞാൻ ചോദിച്ച് കുറേയൊക്കെ മനസ്സിലാക്കി. എങ്കിലും ഇനിയിപ്പോൾ ആകെ നിൽക്കുന്ന സംശയം, എനിക്ക് ഈ വണ്ടി തരുമെന്ന് റഫീക്ക് പറഞ്ഞ ഏത് വണ്ടിയാണെന്നുള്ള സംശയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനത് അൺവീൽ ചെയ്ത ഉടനെ എനിക്ക് വണ്ടിയായിട്ട് ഞാൻ പോവാണ്. Definitely, it's all yours. താങ്ക് യു. അപ്പോൾ രണ്ടുപേർക്കും താങ്ക് യു. Most welcome. കാണുന്ന രണ്ടുപേരാണ്. ഈ രണ്ടുപേരാണ് നിങ്ങളെ പ്രലോഭിപ്പിച്ച് ഇവിടുന്ന് വണ്ടി വാങ്ങിക്കാൻ പോകുന്നത് മനസ്സിലാക്കിക്കൊള്ളുക. അതായത് നമ്മൾ പാൻ ഇന്ത്യൻ ലെവലിലുള്ള ഏക എക്സിക്യൂട്ടീവ് ലക്സറി കാർ ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ മോട്ടോർ വാഗൺ. സോ everyone most welcome to Motor Wagon family. And 100+ സ്റ്റോക്സ് ആണ് നമ്മൾ എപ്പോഴും കരുതാറുള്ളത്. അപ്പോൾ സാറിന് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം 20 ലക്ഷം രൂപ ബഡ്ജറ്റ് മുതൽ ഒരു 5 CR വരെ ബഡ്ജറ്റുള്ള എല്ലാ വണ്ടിയും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അല്ല, 20 അതും കൊടുക്കാം. അതും നമ്മളിപ്പോൾ എക്സ്ചേഞ്ചിൽ വരുമ്പോൾ നമ്മൾ പറ്റില്ല എന്ന് പറയില്ല, നമ്മൾ മേടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതും നമ്മുടെ അടുത്തുണ്ട്. അപ്പം നമ്മളൊരു ശ്രേണി അതാണ്. അപ്പം പിന്നെ സാറിന് അറിയാമല്ലോ, സാറിപ്പം എല്ലാം നോക്കി കണ്ടു. എല്ലാം റേഞ്ച് റോവറോ അല്ലെങ്കിൽ BMO ആണെങ്കിൽ അതിൻ്റെ ഒരു വൻ കളക്ഷൻസ് ഉണ്ട്. ആരും നിരാശപ്പെടില്ല. പിന്നെ നമ്മുടെ ഒരു യുണീക്ക് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കസ്റ്റമർക്ക്, ഒരു ഡെലിവറി ഉള്ള കസ്റ്റമർക്ക് സർവീസ് ഉണ്ടെങ്കിൽ ആ സർവീസ് ഞങ്ങൾ അതോറൈസ് സർവീസ് സെൻ്ററിൽ ചെയ്തു കൊടുക്കുക. പല കമ്പനികളും അവരെ ഓൺ വർക്ക്ഷോപ്പാണ് ചെയ്യുന്നത്. അത് കാരണം അവരെ റീസെയിൽ വാല്യൂക്ക് പ്രോബ്ലം, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ എന്താ പറയുക ബൈബാക്ക്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. ഇത് നമ്മൾ റൂട്ട് ചെയ്യുന്നത് അതോറൈസ് സർവീസ് സെൻ്റർ തന്നെ ചെയ്തു കൊടുക്കും. ഇത് കാരണം എന്താ പറയുക കസ്റ്റമറെ റീസെയിൽ വാല്യൂ കൂടും. അങ്ങനെ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആയിരിക്കും ഈ വെഹിക്കിളിന്. ആ ഒരു ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ആഫ്റ്റർ ഡെലിവറി നമ്മളിപ്പോൾ കസ്റ്റമർക്ക് ഒരു സർവീസിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തന്നെ എല്ലാം ബുക്കിംഗ് അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർക്ക് ഒരു നമ്മുടെ അടുത്ത് ഡെലിവറി എടുത്തു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കണ്ടാമിണ്ടാത്ത അവസ്ഥ ഇവിടെ ഇല്ല. എന്ത് കാര്യത്തിനും വീണ്ടും സമീപിക്കാവുന്ന സ്ഥലമാണ്. Also this luxury not only for the Kerala, the pan Indian ലെവലാണ്. നമ്മുടെ കസ്റ്റമേഴ്സും നോട്ട് ഓൺലി ഫ്രം കേരള, നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നാണെങ്കിലും ബോംബെ നിന്നാണെങ്കിലും ഓൾ ഓവർ ഇന്ത്യ. So that is a unique, എന്താ പറയുക, മോട്ടോർ വാഗൻ്റെ യുണീക്ക് ഐഡൻറ്റിഫൈ അതാണ്, the pan Indian level. So we are very proud, we are very happy to see you and welcome to Motor Wagon family and looking forward. Thank you so much. അങ്ങനെ ഈ പുതിയ കാല സിനിമയിലൊക്കെ അവസാനം കൊല ചെയ്തത് ആര് എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും അവസാനമാണല്ലോ ഇത് നമ്മൾ അൺവീൽ ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ എനിക്ക് തരാവുന്ന വണ്ടി ഇവിടെ അൺവീൽ ചെയ്യാൻ വേണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് കാണിക്കോ? പിന്നെ വണ്ടിയല്ലേ, എന്നാ ഒരറ്റത്ത് പിടിച്ചോ. എന്താണോ ദൈവമേ, നോക്കട്ടെ. അത് ശരി, റോൾസ് റോയ്സ്. അടിപൊളി.
അപ്പോൾ ഒരു കാര്യം എനിക്ക് യൂസ് ഉറപ്പായി. ഫോർ യു. അല്ല, ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഇത് എനിക്കുള്ളതല്ല. ഇതെന്നെ കൊണ്ട് അൺവീൽ ചെയ്തെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഇതെന്തായാലും എനിക്ക് തന്നുവിടാൻ സാധ്യത, തന്നു വിട്ടാൽ പോലും ഇത് അങ്ങനെയൊന്നുമില്ല. കൊണ്ടു നടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നു. പറ്റുമോ? അല്ല, നമ്മള് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ആ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി എക്സസിയാണ് ഈ കാണുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ വാണിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് എന്തായാലും അൺവീൽ ചെയ്യാൻ വേണ്ടി തന്നെയാണ് എന്നെ കൊണ്ട് ഇത്രയൊക്കെ എന്നെ മോഹിപ്പിച്ചത്. മറ്റേ സിനിമയിൽ പറയുന്ന പോലെ ഇങ്ങനൊന്നും വെറുതെ പോലും പറയല്ല സാറേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് തന്നു വിടുന്നില്ല. നിങ്ങൾക്ക് കൊണ്ടുപോകാലോ. ഏത് മോഡലാണ്? ചെറിയ പ്രൈസേ ഉള്ളൂ, ആ പ്രൈസ് കൊടുത്ത് ചെറിയ പൈസയുള്ളൂ, അതിന് എനിക്ക് സംശയമില്ല. ഏത് മോഡലാണ് ഇത്? ഇത് 2010 മോഡലാണ്. പക്ഷേ നിസാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ. ശരിക്കും പാൻ ഇന്ത്യയിൽ തന്നെ ഇങ്ങനത്തെ ലോ കിലോമീറ്റർ ഫസ്റ്റ് ഓണർ വണ്ടി ഗോസ്റ്റ് ഇല്ല, മാർക്കറ്റിലില്ല. മാത്രമല്ല ഇത് ഫുള്ളി ലോഡഡാ. മറ്റേ സ്റ്റാർലെറ്റ് റൂഫ്, ഒരുപാട് ലോഡിങ്സ് ഉള്ള വണ്ടിയാണ്, ഹൈലി ലോഡ് ചെയ്ത വണ്ടി. തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വിധം കണ്ടാൽ നമുക്ക് രക്ഷയില്ല. അറിയാം. കളർ നോക്കിയേ. ഇത് ഇത്രയും വർഷം പഴയ വണ്ടി ഒരിക്കലും പറയൂലല്ലോ. ഒരു 2020 വണ്ടിയുടെ ലുക്ക് ഉണ്ട് വണ്ടിക്ക്. തീർച്ചയായിട്ടും അതെ. ഒരു ക്ലൈം ഇല്ല, ഹൈലി ലോഡഡ് വണ്ടി. കേരള വണ്ടിയാണോ ഇത്? അല്ല, ഇത് പുറത്തെ രജിസ്ട്രേഷൻ. പക്ഷെ ഫസ്റ്റ് ഓണർ. ഇന്റീരിയർ ആണെങ്കിലും എല്ലാം അതുപോലെ തന്നെ വെൽ മെയിൻറ്റൈൻഡ്. വാവ്, ഇത് കണ്ടോ, ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് കണ്ടല്ലോ. നമ്മൾ കയറാനൊക്കെ എന്ത് എളുപ്പമാണെന്ന് കണ്ടോ. കട്ട് ചെയ്തോ? ഇന്റീരിയർ കണ്ടല്ലോ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. നടന്നങ്ങ് കയറി പോകാം, അല്ലാതെ നമ്മൾ സാധാരണ വണ്ടി കയറുന്ന പോലെയല്ല. പെട്രോളാണല്ലേ? പെട്രോൾ. എന്താണ് എൻ്റെ ഇൻറ്റീരിയർ കണ്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഓടിക്കുന്ന ആൾ പലരും ഓടിക്കുന്നുണ്ടെങ്കിൽ പെട്രോളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഡ്രൈവർ കാണേണ്ടതെന്ന് വെച്ചാൽ പെട്രോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ബോധം വരട്ടെ എന്ന് വെച്ചിട്ടാണ്. V12 ആണ് അല്ലേ? പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ വെച്ചിട്ടാ ഈ വണ്ടിയൊക്കെ ശരിക്കും നിങ്ങൾ എടുത്തിട്ട് ഉപയോഗിക്കണം, യൂസ് ചെയ്യണം. അതിനുള്ള സമയമായി. വണ്ടി നിങ്ങൾ എടുത്തോളൂ, ഇന്ന് പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകണം. അതെ, നമ്മൾ ഈ പറഞ്ഞ ഞാൻ പൈസ പറഞ്ഞ ഞാൻ നിങ്ങളെ ഡ്രൈവർ, ആയിക്കോട്ടെ. നിങ്ങൾ മുതലായിട്ട് ബാക്കിൽ അത്ര ദാരിദ്ര്യത്തിലും പ്രശ്നത്തിലാണ് ഞാൻ അറിഞ്ഞില്ല. അതെ പ്രവീണ, ഇത് കണ്ടോ, ഇവിടെ ഈ കാണുന്ന സംഭവം കണ്ടോ, റോൾസ് റോയ്സിൻ്റെ അംബ്രലയാണ്. അതായത് ഇതിൽ പ്രസ് ചെയ്താൽ ഇങ്ങനെ കുട വരുന്നു കണ്ടോ. ഈ കുടയ്ക്ക് പോലും കാണും. അംബ്രലന്റെ കോസ്റ്റ് 7 lakhs. ദൈവമേ, നല്ല അവിടെ തന്നെ വെക്കാം. കുടയെങ്കിലും തന്നുവിടും. നിങ്ങൾ ഈ വണ്ടി ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞു, അത് പോട്ടെ. കുടയെങ്കിലും തന്നുവിട്ടാൽ എനിക്ക് ഒരു 4-5 മാസം ജീവിക്കാനുള്ള വകുപ്പുണ്ട്. അല്ല, ഈ വണ്ടി ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഉണ്ട്. നിങ്ങളൊരു 195 മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. 1,95,00,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടും. ഇത് എവിടെ നിന്ന് കിട്ടൂല. മാത്രമല്ല ഫുൾ ടാങ്ക് പെട്രോൾ നമ്മൾ കൊടുക്കുന്നതാണ്. പ്രവീൺ എടുത്ത് മതിയായില്ല കേട്ടോ. ഫുൾ ടാങ്ക് പെട്രോൾ വരും, അതും കൊടുക്കും. അതാണല്ലോ, ഫുൾ ഫ്രീ ആണ്. എന്തായാലും നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ കുറച്ചൊക്കെ? തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ ഈ പലർക്കും ഇതിന്റെ ഹൈലൈറ്റ് ഇതാണ്. അതായത് ഈ ഫസ്റ്റ് ഓണർ വണ്ടി, ഇത്രയും ലോ കിലോമീറ്റർ വണ്ടി ഗോസ്റ്റ് വേറെ മാർക്കറ്റിലില്ല. ഒരു നല്ലൊരു ഗോസ്റ്റ് നോക്കുന്ന കസ്റ്റമർക്ക്. അതെ, ശരിയാണ്. പിന്നെ ഈ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഒരു ബെൻസ് വാങ്ങിക്കാന്നൊക്കെ പറയുന്ന പലർക്കും അത് സാധാരണക്കാരനൊരു ആഗ്രഹമുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു ലെവല് ജീവിതത്തിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇതൊരു മെയിൻ ഐഡന്റിറ്റി അല്ലേ, ഒരു റോൾസ് റോയ്സ് ഉള്ള ഒരാള്. അതെ, ശരിയാണ്, ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ വേഗം പോയിട്ട് 1,95,00,000 രൂപയായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അല്ല, നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരു 2 റോൾസ് റോയ്സ് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഫാൻ്റെ ഒരു ഗോസ്റ്റ് കുറയ്ക്കണ്ട നമ്മൾ. ഞാൻ ഗോസ്റ്റ് ആയി കഴിഞ്ഞെങ്കിലും അതൊക്കെ വാങ്ങിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എന്തായാലും ഈ പറഞ്ഞ തമാശയൊക്കെ അവിടെ നിൽക്കട്ടെ. ഗംഭീരമായ കളക്ഷനാണ്. ഗംഭീര കളക്ഷൻ വെച്ചാൽ വളരെ വ്യത്യസ്തമായ കളക്ഷൻ. ഇനി ഞാൻ ഈ വീഡിയോ നിങ്ങൾ ഇത്രയും കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ പോകുന്ന വണ്ടി ഏതാണെന്ന് എനിക്കറിയാം. അതാ 2 ഡോർ ഡിഫൻഡർ ആണെന്ന് യാതൊരു സംശയവുമില്ല. അത് ആ രീതിയിൽ നമ്മളെ ആകർഷിക്കുന്ന ഒരു വാഹനമാണ്. പക്ഷേ ബെന്റ്ലി ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും ഇവിടുത്തെ സൂപ്പർ താരങ്ങൾ തന്നെയാണ്. അതാണ് ഒരു എക്സോട്ടിക് ആഗ്രഹിക്കുന്ന ആൾക്ക്, പിന്നെ സൂപ്പർ കാർ ആഗ്രഹിക്കുന്ന ആൾക്ക്. സൂപ്പർ കാർ നമുക്ക് വേറെ ഒരു 911 വരുന്നുണ്ട് നാളെ, ലേറ്റസ്റ്റ് മോഡൽ. ജസ്റ്റ് 3 months ഓൾഡ് 911 വരുന്നുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് കസ്റ്റമർക്കും പറ്റിയ വണ്ടികൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇത് കൂടാതെ ഇപ്പം എനിക്ക് ഇവിടെ ഒന്നും ഇല്ലാത്തൊരു ഒരു മോഡൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ അത് സോഴ്സ് ചെയ്ത്, അതാണ് നമ്മളെ മെയിൻ ഹൈലൈറ്റ്. കസ്റ്റമറെ നീഡ്സ് എന്താണോ അത് നമ്മൾ പ്രിക്വർ ചെയ്ത് കൊടുക്കുക. ഏത് ടൈപ്പും, അതായത് എത്ര ബഡ്ജറ്റുള്ള വണ്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ട് കസ്റ്റമർക്ക് ഡോർ ഡെലിവറി കൊടുക്കും. ഇനി എയർപോർട്ടിലാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് പറ്റിയൊരു ടീമാണ് അവിടെ. നല്ല ടീമുണ്ട്. ഏറ്റവും എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇവിടുത്തെ ടീമാണ്. നല്ലൊരു ഒത്തൊരുമയുള്ള വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ടീം ഇവിടെയുണ്ട്. അപ്പോൾ ഈ കണ്ട വാഹനങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വാഹനം നിങ്ങൾക്ക് ഇവിടെ ഇല്ലാത്തൊരു വാഹനം നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ ഉണ്ടെങ്കിലും വരുത്തി തരാനൊക്കെ റെഡിയാണ് മോട്ടോർ വാഹനം എന്നുള്ള കാര്യമാണ്. മോട്ടോർ വാഹനം എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക് പോകുമ്പോൾ
ഇവിടെ മുഴുവൻ ഈ ഓട്ടോമൊബൈൽ ഷോറൂം അതിൽ ലാസ്റ്റ് ഷോറൂമാണ് പറഞ്ഞു വരാൻ ഏറ്റവും എളുപ്പം. സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? പാവങ്ങാടാണ് ഈ ഷോറൂം ഉള്ളത്. അപ്പോൾ ഈ റോൾസ് റോയ്സ് പോലുള്ള വാഹനങ്ങൾ മാത്രമല്ല, നമ്മൾ കണ്ടു കഴിഞ്ഞു 11 ലക്ഷം രൂപയുടെ ബെൻസ് സി ക്ലാസ് ഉൾപ്പെടെയുള്ള, അതായത് നിങ്ങളുടെ ഏത് ബജറ്റിനും പറ്റുന്ന വാഹനങ്ങൾ ഇവിടെയുണ്ട്. കസ്റ്റമർ ബജറ്റ് മാത്രമായിട്ട് പറഞ്ഞു തന്നാൽ മതി, ബാക്കി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. എന്തായാലും ഈ ഒരു ഓഫർ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. റോൾസ് റോയ്സ് വാങ്ങിച്ച ഫുൾ ടാങ്ക് പെട്രോൾ എന്നുള്ള അത്തരത്തിലുള്ള വളരെ വ്യത്യസ്തമായ ഓഫറുകൾ ഇവിടെ ഉണ്ട് അല്ലേ? റോൾസ് റോയ്സ് ഫ്രീ ആണ്, 195 മാത്രം കൊടുത്താൽ മതി. എന്തായാലും മോശമല്ല കേട്ടോ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലും ബിസിനസ് മോശമല്ല എന്നുള്ള ഓരോ തവണ വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. വളരെ ട്രസ്റ്റഡ് ബ്രാൻഡായിട്ട് തീർച്ചയായിട്ടും മോട്ടോർ വാഗൺ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഒരു ഞെട്ടിക്കുന്ന ഒരു അൺവീലും കൂടി വരുന്നുണ്ട് നമ്മുടെ മോട്ടോർ വാഗണിന്. എന്തായിരിക്കും? വെയിറ്റ് ആൻഡ് സീ, സർപ്രൈസ് ആണ്. ആണോ? അതുപോലെ തന്നെയാണോ? നമ്മൾ തന്നെയാണോ? അല്ലല്ല, അത് വേറെ തന്നെ ഒരു നിങ്ങൾ അൺവീൽ ചെയ്യാൻ തന്നെയാണ്. ഓക്കെ, അത് മതി. അത് കൊള്ളാം. അതും ഉടനെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒത്തിരി നേരമായിട്ടോ ഈ വീഡിയോ. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ മറ്റേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സെൻറ്റ് തെരേസാസ് കോളേജിൽ കയറിയ പോലെയാണ്. നമ്മളിവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇറങ്ങാൻ തോന്നുന്നില്ല. അതായത് നമ്മൾ ചെറുപ്പമായിരുന്ന കാലത്ത് കേട്ടോ, ഇപ്പം അങ്ങനല്ല. എങ്കിൽ പോലും വാഹന സുന്ദരന്മാരും അങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇതുവഴി പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കയറാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റുണ്ട്, അതായത് ഇതൊരു പ്രീമിയം വാഹനങ്ങളുടെ ഷോറൂമാണല്ലോ എന്ന് വെച്ച് നിങ്ങൾ കയറാതിരിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 11 ലക്ഷം രൂപയുടെ ബെൻസ് പോലും ഇവിടെ ഉണ്ടെന്നുള്ളത്. നമുക്ക് വണ്ടി വാങ്ങിക്കാനായിട്ട് കയറണമെന്നില്ല, കാണാനും വരാം. തീർച്ചയായിട്ടും അതിനും പറ്റും, അതിന് സ്വാഗതമുണ്ട്. പല എല്ലാ ബ്രാൻഡും നമ്മൾ കാണാനായിട്ട് തുറന്നു വെച്ചു കൊടുത്തേക്കാണ്. അതെ, അതിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നീട്ടുന്നില്ല. താങ്ക് യു സോ മച്ച്. അപ്പം ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഒക്കെ വേഗം വിറ്റുപോട്ടെ, പുതിയ വണ്ടികൾ വരട്ടെ ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളിവിടെ വാഹനം വാങ്ങിക്കാൻ വരികയാണെങ്കിൽ കാണേണ്ട മുഖങ്ങളൊക്കെയാണ് നിലനിൽക്കുന്നത്. എൻ്റെ ടീം ഇവിടെ ഉണ്ട്. അപ്പോൾ വരുമ്പോൾ ഹെൽപ്പിനും അസിസ്റ്റ് ചെയ്യാനും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും വക വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു നന്ദിയും ബൈ പറഞ്ഞേക്കാം അല്ലേ? ബൈ. താങ്ക് യു.